ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് തിയറിയാണ്. വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങളിൽ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണെന്ന് പഠിക്കുന്നത്. സോ നമ്മുടെ സിദ്ധാന്തത്തിൻ്റെ പേര് മീനിങ് വെർബൽ ലേണിംഗ് അഥവാ അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഡേവിഡ് അസുബലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേര് സ്വീകരണ പഠനം അഥവാ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്നാണ്. സോ അപ്പം നമുക്ക് ഈ തിയറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരായിരുന്നു? ഡേവിഡ് അസുബലാണ്. അദ്ദേഹം ജനിച്ചത് 1918 ഒക്ടോബർ 25 ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം 2008 ജൂലൈ 9 അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഡേവിഡ് അസുബൽ തൻ്റെ അർത്ഥപൂർണമായ പഠന സിദ്ധാന്തം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ അവതരിപ്പിച്ചു. ഒരു കോഗ്നിറ്റീവ് വ്യൂവും കൂടിയാണ് എന്തെന്നറിയപ്പെടുന്നത് അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ കൊണ്ടുവന്നിട്ടുള്ള വർഷം 1968 എന്നാണ്. 1968 അപ്പോൾ ഡേവിഡ് അസുബലിനെ കുറിച്ചിട്ട് മനസ്സിലായി. അദ്ദേഹമാണ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ 1968 തൻ്റെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെ അവതരിപ്പിച്ചു. എങ്ങനെ? ഇതൊരു കോഗ്നിറ്റീവ് തിയറി, ഒരു കോഗ്നിറ്റീവ് വ്യൂ പോയിന്റ് എന്നുള്ള നിലയിൽ. മനസ്സിലായി? ഏത് വർഷം? 1968. ഇനി നമുക്ക് ഈ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് കടക്കാം. അപ്പോൾ അസുബലിൻ്റെ പഠന സിദ്ധാന്തം പൊതുവെ അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ് അഥവാ അർത്ഥപൂർണമായ ഭാഷാ പഠനം അഥവാ മീനിങ് വെർബൽ ലേണിംഗ് എന്നാണ്. പല ആളുകളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ വിമർശിക്കുന്നത് അദ്ദേഹം ഭാഷാപര പഠനത്തിന് കൊടുത്ത ഊന്നലാണ്. അപ്പോൾ പല സൈദ്ധാന്തികരും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. അദ്ദേഹം ഭാഷാപര പഠനത്തിന് കൊടുത്ത അമിത പ്രാധാന്യമാണ്, അല്ലെ, ഊന്നലിനെ ചൊല്ലിയാണ്. അപ്പോൾ പഠിതാവ് സ്വയം വിജ്ഞാനം ആർജിച്ചെടുക്കുന്ന സജീവ പഠനം, നിങ്ങൾ കണ്ടെത്തൽ പഠനം എന്നിവയ്ക്ക് കൂടുതൽ പ്രചാരം നേടിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അർത്ഥപൂർണമായ ഭാഷാപര പഠനവുമായിട്ട് ഡേവിഡ് അസുബലേക്ക് വന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ എന്നിവയ്ക്ക് കൂടുതൽ പ്രചാരം ലഭ്യമായപ്പോൾ അദ്ദേഹം ഭാഷാപര പഠനം, സ്വീകര പഠനം, വിശദീകരണ പഠനം, ഭാഷാപര പഠനം, സ്വീകര പഠനം, വിശദീകരണ പഠനം എന്നീ സംജ്ഞകളുമായിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ ആ സംജ്ഞകൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം എന്തിയിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പം മനസ്സിലായല്ലോ. അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതേസമയം ഭാഷാപര പഠനം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള കണ്ടെത്തൽ പഠനത്തിലേക്ക് പ്രാധാന്യം കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ഇപ്പം ജെറമസ് ബ്രൂണർ കൊണ്ടുവന്ന കണ്ടെത്തൽ പഠനത്തെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥത്തെ അദ്ദേഹം പ്രാധാന്യം ഉൾക്കൊണ്ടു തന്നെ നിന്നു. പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഡേവിഡ് അസുബൽ കൊണ്ടുവന്നിട്ടുള്ള ഈ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കണ്ടെത്തൽ പഠനത്തിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നില്ല, പ്രത്യക്ഷ അനുഭവങ്ങളുടെ അടിസ്ഥാനം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രത്യക്ഷ അനുഭവങ്ങളെ തുടർന്ന് പഠിതാവ് പുതുതായിട്ട് വിജ്ഞാനം എന്ത് ചെയ്യും? സ്വയം കണ്ടെത്തുന്ന രീതി ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാപര ബോധനത്തെയാണ് നമുക്ക് അത്യാവശ്യം. അപ്പോൾ നമ്മൾ കണ്ടെത്തൽ പഠനത്തിന് അധികം തള്ളിക്കളയാതെ കണ്ടെത്തൽ പഠനത്തിലൂടെ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ സ്വയം ജ്ഞാനത്തെ ആർജിച്ചു. അവിടെ സ്വയം ജ്ഞാനം കണ്ടെത്തുക, അതാണ് വേണ്ടിയിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷാപര പഠനത്തിലൂടെ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ആർജിക്കുന്ന അറിവിൻ്റെ ഓരോ അംശവും അയാളുടെ പ്രത്യക്ഷ അനുഭവത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം. ഒരു വ്യക്തി ആർജിക്കുന്ന ഓരോ അറിവും അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായ ആ വ്യക്തിയുടെ അനുഭവത്തിലൂടെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇദ്ദേഹം പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതേസമയം ഭാഷാപര പഠനം അർത്ഥവത്താകണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഭാഷാപര പഠനം തെറ്റല്ല, പക്ഷെ അർത്ഥവത്താകണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അത് എത്രത്തോളം പ്രയോജനകരമാണ് എന്നുകൂടി അസുബൽ പറയുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാദഗതികളും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഭാഷാപര പഠനം അല്ലെങ്കിൽ വിശദീകരണ രൂപത്തിലൊന്നും നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല. അതുപോലെ കുട്ടികളും കാണാപ്പാടമാക്കി കഴിയും, അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കി കളയും എന്നൊക്കെയാണ് പലരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ ഈ കണ്ടെത്തൽ പഠനത്തിലൂടെ ഭാഷാപര പഠനത്തെ സാധൂകരിക്കാവുന്നതാണ്, കൊണ്ടെത്തിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഭാഷാപര പഠനം അഥവാ വെർബൽ ലേണിംഗ്, സെക്കൻഡ് കണ്ടെത്തൽ പഠനം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ആർജിക്കുന്ന അറിവുകളൊക്കെ വളരെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കൊണ്ടെത്തി ചില അറിവുകളേ ഉള്ളൂ.
ബട്ട് നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമ്മുടെ ആ കോഗ്നിറ്റീവ് മാപ്പ് ഉണ്ടല്ലോ, കോഗ്നിറ്റീവ് സ്ട്രക്ചർ അങ്ങോട്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മൾ അത്രത്തോളം അറിവുകളെ നമുക്ക് എത്തിച്ചേർക്കുന്നതിനുള്ള കഴിവുണ്ടാവും. സോ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തുന്ന പഠിതാക്കൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് അവർ വളരെയധികം വിജ്ഞാനം കൈവരിക്കുകയും സാമാന്യ സമ്പന്നമായിട്ടുള്ളൊരു വൈജ്ഞാനിക ഘടന അവർക്ക് ഉണ്ടാക്കിയെടുക്കുകയും അതായത് അവർക്ക് വികസിതവും സമ്പന്നവുമായ ഒരു വൈജ്ഞാനിക ഭൂപടം സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള കഴിവ് ഈ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അധ്യാപകന്മാരുടെയും ഈ ഭാഷാപര പഠനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, അല്ലേ? ഇത് ഭാഷയിലൂടെ വിജ്ഞാനം സ്വീകരിക്കാനും വിശദീകരിക്കാനും അവർക്ക് സഹായകമായിരിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഭാഷയാണ് വേണ്ടിയിട്ടുള്ളത്. ഉയർന്ന ക്ലാസ്സിലൊക്കെ തന്നെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെത്തേഡ്സുകളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവിടെ വിപുലമായ വിജ്ഞാനം നിശ്ചിത സമയത്ത് ഒരു സമയപരിധി ഉണ്ട് നമുക്ക്, ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് എത്തുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ സമയത്ത് അധ്യാപകൻ അധ്യാപകൻ്റെ പകർന്നു കൊടുക്കുന്ന അറിവിനും ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി അതായത് സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പുഷ്ടിപ്പെടുത്തുന്നതിൽ ഇത് തികച്ചും സാധ്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഭാഷാപര പഠനം. അപ്പോൾ അത് വിശദീകരണ രൂപത്തിലുള്ള ഇത്തരം ബോധനം കാര്യക്ഷമമാക്കിയാൽ അത് എങ്ങനെയുള്ളതാണ്? വിശദീകരണ രൂപത്തിലുള്ള ഈ ബോധനം അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമ്മൾ കാര്യക്ഷമമായ ക്ലാസ് റൂമിൽ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കണം, എങ്കിലേ അതിന് അർത്ഥപൂർണ്ണമാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ അത് അർത്ഥപൂർണ്ണമായ സ്വീകരണ പഠനമായി കലാശിക്കും എന്നാണ് ഡേവിഡ് അസുവൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എന്ത് കാര്യവും നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഈ ലെവലിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല. അത് എനിക്കിപ്പോൾ ഒരു വലിയൊരു വിശദീകരണ രൂപത്തിൽ തന്നാൽ കൂടി ഞാൻ അങ്ങനെയാണോ അത് പഠിക്കാൻ പോകുന്നത്. പിന്നെ വലിയ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അത്രമേൽ അറിവ് സമ്പാദിക്കാനുള്ളൊരു കോഗ്നേറ്റീവ് സ്ട്രക്ചർ വന്നു. അവിടത്തേക്ക് നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി അറിവിനെ, അല്ലേ? അപ്പോൾ അവർക്കൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത്. ഇനി കണ്ടെത്തൽ പഠനത്തിൻ്റെ അതായത് വിശദീകരണ പഠനവും കാണാപ്പാഠമാക്കലും. അപ്പോൾ കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നത് മൂലം വിശദീകരണ പഠനം അഥവാ സ്വീകരണ പഠനം പലപ്പോഴും പലരും ഉപേക്ഷിച്ചു. കാര്യം നമുക്ക് വേണ്ടത് എന്താ? കണ്ടെത്തൽ പഠനം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ് വിശദീകരണ രൂപത്തിലുള്ള പഠനത്തിന് പ്രാധാന്യം കൊടുത്തു. വിശദീകരണ പഠനം അഥവാ സ്വീകരണ പഠനം പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അപ്പോൾ മനഃപ്പാഠമാക്കൽ വിശദീകരണ പഠനത്തിൻ്റെ നൈസർഗിക സവിശേഷതകളും. ഇപ്പോൾ വിശദീകരണ പഠനത്തിൻ്റെ നൈസർഗിക സവിശേഷത എന്താ? മനഃപ്പാഠമാക്കൽ അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കൽ എന്ന തെറ്റായ വിശ്വാസമാണ് ഈ ധാരണയ്ക്ക് പിന്നിൽ. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ വിശദീകരണ പഠനം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് വലിയ ക്ലാസ്സിലായാലും അവിടെയൊക്കെ കുട്ടികൾ ചെയ്യുന്നത് അതിനെ അർത്ഥപൂർണ്ണമായിട്ട് ധാരണയോടുകൂടി മനസ്സിലൊന്നും ആക്കാൻ പോകുന്നില്ല. അത് വെറുതെ കാണാപ്പാഠം പഠിക്കുന്നു, എക്സാം കഴിയുന്നു, പോകുന്നു എന്നാണ് പലരും ഇദ്ദേഹത്തിൻ്റെ തിയറി വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയുള്ളതല്ല. പഠനത്തിൻ്റെ ഗുണനിലവാരം വിശദീകരണത്തെ ഞാൻ പറഞ്ഞില്ല, പഠനത്തിൻ്റെ ഗുണനിലവാരത്തിനനുസരിച്ച് ഈ വിശദീകരണത്തെ പഠിതാവ് ഏത് രീതിയിലാണ് സ്വീകരിച്ചത് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ട് ടീച്ചർ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു, അത് എസ്സേ രൂപത്തിലാണ് പഠിപ്പിച്ചത്, ലെക്ചർ മെത്തേഡ് ഉപയോഗിച്ചാണ് പഠിപ്പിച്ചത്. അപ്പോൾ പല മെത്തേഡും ടീച്ചറിന് അപ്ലൈ ചെയ്യാമായിരുന്നു. എങ്കിൽ കൂടി ഈ ഒരു മെത്തേഡ് ക്ലാസ് റൂമിൽ കൊണ്ടുവന്നപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് മനസ്സിലാകുന്നില്ലേ? അതെല്ലാം ഒത്തിരി കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലിരിക്കും. ഒരു കുട്ടി ഇതിനെ അർത്ഥപൂർണ്ണമായി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇല്ലാതെ നമ്മൾ ഇത്തരത്തിൽ ഇത് വിശദീകരണ രൂപത്തിലുള്ള പഠനം അത്രയും മനഃപ്പാഠമാക്കുന്നത് പോലെ അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്, അല്ലേ? അപ്പോൾ പഠനത്തിൻ്റെ ഗുണനിലവാരം വിശദീകരണത്തെ ഏത് രീതിയിലാണ് പഠിതാവ് സ്വീകരിക്കുന്നത് എന്നതിനെയും അതുപോലെ തന്നെ വിവരങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കുട്ടി യോജിപ്പിച്ചെടുക്കുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് സംസ്കരിക്കുന്നത് അപ്പം അതായത് നമ്മൾ ഈ കണ്ടിട്ടുള്ള വിജ്ഞാന ശകലങ്ങളുണ്ടല്ലോ, ആ വിജ്ഞാന ശകലങ്ങൾ ഏത് രീതിയിലാണ് ഒരു പഠിതാവ് സ്വീകരിച്ചത് അതിനെയാണ് ആശ്രയിച്ചത്. അപ്പം 2-3 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തൊന്ന് പഠിക്കേണ്ടതും കൂടാണ് കേട്ടോ. അടുത്തത്, ഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന വിവരങ്ങളെ ഇപ്പോൾ നമ്മൾ ഭാഷയിലൂടെ ആയിരിക്കുമല്ലോ പല ലാംഗ്വേജ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. അർത്ഥപൂർണ്ണമായ ഭാഷാ പഠനത്തിൽ എത്തിക്കാൻ സഹായകമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടിയിട്ടുള്ള എന്താണ്? ഈ അർത്ഥപൂർണ്ണമായ ഭാഷാ പഠനം കുട്ടികൾക്ക് എത്തണമെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ചില തന്ത്രങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ സ്വീകരിക്കണം.
ഉയർന്ന ക്ലാസ്സുകളിലെ പഠിതാക്കൾ പ്രത്യേകിച്ചും കാര്യക്ഷമത നഷ്ടപ്പെടാതെ തന്നെ സമയവും പ്രയത്നവും ലാഭിച്ചുകൊണ്ട് നമുക്കിത് കുട്ടികൾക്ക് എങ്ങനെ ആയിരിക്കാം ഇത് കൃത്യമായിട്ടും ഒരു കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും. അതായത് വിശദീകരിക്കുന്ന പഠനമൊക്കെ തന്നെ ഒരു നമ്മൾ പലരും അതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന വിശദീകരണ പഠനം ഒരു അർത്ഥപൂർണ്ണമാവത്തില്ല, അത് വെറുതെ മനഃപ്പാഠമാക്കലാണ് എന്നൊക്കെ തന്നെ പലരും ഈ ഒരു സിദ്ധാന്തത്തെ കളിയാക്കിയിട്ടുണ്ട്. മീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, കാര്യം ഈ ഒരു സമയത്ത് ജെറമസ് ബ്രൂണറിൻ്റെയൊക്കെ തിയറി വളരെയധികം പ്രശസ്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്ലാസ് റൂമിൽ വന്നിട്ട് കുട്ടികൾ വെറുതെ ഇങ്ങനെ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നു, ഗൃഹസ്ഥമാക്കുന്നു ഒക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് വിമർശനത്തിന് വിധേയമാകാം. പക്ഷെ ഇദ്ദേഹം പറയുന്നു വെച്ചാൽ ഏത് കാര്യവും പഠിപ്പിക്കണം, എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നു, അത് അർത്ഥപൂർണ്ണത്തോടു കൂടി അവൻ്റെ ധാരണയ്ക്കനുസരിച്ച് പഠിപ്പിക്കാം. അതേസമയം കേവലം ഗൃഹസ്ഥമാക്കലിൽ ഒതുങ്ങുന്ന പഠനത്തിൻ്റെ അസൗകാര്യതയെ ഉയർത്തിക്കാട്ടുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. പല കാര്യങ്ങളും കുട്ടികൾ ഈ കാണാപ്പാഠമാക്കി വയ്ക്കുന്നുണ്ട്, അത് അവർക്ക് തന്നെ കുഴപ്പത്തിലേക്ക് കലാശിക്കാം. അപ്പോൾ അതേസമയം കേവലം ഗൃഹസ്ഥമാക്കൽ ഒതുങ്ങുന്ന പഠനത്തിൻ്റെ അസൗകാര്യത ഉയർത്തിക്കാട്ടുന്നതിലും ഡേവിഡ് അസ്ബൽ ശ്രദ്ധിക്കുന്നുണ്ട്. മനഃപ്പാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാനാർജന ശേഷികളെ നശിപ്പിക്കുന്നതായും അതുപോലെ തന്നെ നശിപ്പിക്കുന്നതായും സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നു പോകുന്നതായും അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ ഇടവരുത്തുന്നതായിട്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വസ്തു ഇങ്ങനെ കാണാപ്പാഠം വയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് ക്ലാസ് റൂമിൽ അവൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യും, പഠിച്ചു വയ്ക്കും. പക്ഷേ അവന് ഒരുപാട് ഫോർമുലാസ് മറ്റുമൊക്കെ പഠിച്ചു. പക്ഷേ ഈ പഠിച്ച ഫോർമുലാസ് എല്ലാം കാണാപ്പാഠമായിരുന്നു അല്ലേ. അത് വെറും ഒരു റോഡ് റണ്ണിങ് പോലെ ഒരു മെമ്മറൈസേഷനിൽ കീപ്പ് ചെയ്ത് വയ്ക്കൊന്നുമില്ല. അവൻ ജസ്റ്റ് അവിടത്തേക്ക് വേണ്ടിയിട്ട് പഠിച്ചു കളഞ്ഞു. ഇനി അടുത്തൊരവസരത്തിൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വളരെ അതായത് കുട്ടി അർത്ഥപൂർണ്ണമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, വെറുതെ ആ ഒരു സമയത്ത് ടീച്ചറിനെ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി വെറുതെ എന്തൊക്കെയോ പഠിച്ചു വെച്ചു, അതൊക്കെ റെഡി പോയി. പക്ഷെ അർത്ഥപൂർണ്ണമായി പഠിച്ചില്ല എങ്കിൽ പിന്നൊരു അവസരത്തിൽ നമ്മൾ ഈ അതേ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് യാതൊരു കാര്യവും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു അതൊക്കെ തന്നെ അർത്ഥപൂർണ്ണമായി പഠിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന വിവരങ്ങളെ അർത്ഥപൂർണ്ണമായ ഭാഷാ പഠനത്തിൽ എത്തിക്കാൻ സഹായകമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠിതാവ് സംസ്കരിക്കും എന്നുറപ്പിക്കൽ ഈ രീതി ക്ലാസ്സുകളിലെ പഠിതാക്കളുടെ പ്രത്യേകിച്ചും കാര്യക്ഷമത നഷ്ടപ്പെടുത്താതെ തന്നെ സമയവും പ്രയത്നവും ഒന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് ലഭ്യമാകാൻ കഴിയും. അത് കേവലം ഗൃഹസ്ഥമാക്കൽ ഒതുങ്ങുന്ന പഠനത്തിൻ്റെ അസൗകാര്യത എന്ത് ചെയ്യുന്നു, ഉയർത്തി കാണിക്കുകയും അസുബൽ ശ്രദ്ധിക്കാറുണ്ട്. മനഃപ്പാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാനാർജന ശേഷികളെ അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒരു കുട്ടി ഈ അറിവിനെ കാണാപ്പാഠമാക്കി വച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ വിജ്ഞാനാർജനത്തെ അവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഇതിൽ നിന്ന് ലഭ്യമാകത്തില്ല എന്നാണ് ഡേവിഡ് അസുബൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നത് അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്താണെന്ന് നോക്കാം. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്ന ആശയത്തെപ്പറ്റി അസുബൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ, നമുക്കത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, ചില അടിസ്ഥാന ധാരണകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. ചില അടിസ്ഥാന ധാരണകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡേവിഡ് അസ്ബലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാപര പഠനം നമ്മൾ എന്ത് ചെയ്യും, പഠിക്കണമെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന ധാരണകളും ഒക്കെ തന്നെ നമ്മൾ ഉൾക്കാഴ്ച നേടേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് നോക്കാം, അർത്ഥപൂർണമായ ഭാഷാ പഠനം എന്ന ആശയത്തെപ്പറ്റി അസുബൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില അടിസ്ഥാന ധാരണകളിൽ നമുക്ക് എന്ത് വേണം, ഉൾക്കാഴ്ച, ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം എന്ന അടിസ്ഥാന ധാരണയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കാഴ്ച നേടേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത് ആർജിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഉൾക്കാഴ്ച നേടണം. അപ്പോൾ പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയുമാണ്. പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയും തമ്മിൽ ബന്ധപ്പെടണം. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാനത്തിൻ്റെ സുസംഘടിതമായ ഒരു സംഘടന രൂപപ്പെടുത്തുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജ്ഞാനം ആർജിക്കുന്നത്, അവൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. മനസ്സിലാവുന്നല്ലോ. പിന്നെ വ്യത്യസ്ത വിജ്ഞാന ശകലങ്ങളുടെ ഘടനയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഒരു സ്വീകരണ പഠനത്തിൽ ഒതുങ്ങുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്വീകരിക്കുന്ന ഇത് വൈജ്ഞാനിക ഘടന, വ്യക്തിയുടെ വൈജ്ഞാനിക ഘടന വ്യത്യസ്ത വിജ്ഞാന ശകല ഘടകങ്ങളുമായി പ്രതിപ്രവർത്തിക്കണം.
ഇവിടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു സമീകരണ മാച്ചിങ് പ്രോസസ്സ്, അതായത് ഇങ്ങനെ സമീകരിച്ച് വയ്ക്കുന്ന മാച്ചിങ് പ്രോസസ്സിലേക്ക് തുടങ്ങുന്നു. ഓരോ വിജ്ഞാന ശാഖയുടെയും സംഘടനത്തിന് ക്രമീകൃത സ്വഭാവമുള്ള ഹെറാർക്കി ഓഫ് ഓർഗനൈസേഷൻ അതനുസരിച്ച് എന്ത് ചെയ്യും, വിശാലവും ഗുണാത്മകവുമായ ആശയങ്ങൾ ചുരുക്കത്തിൽ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുമുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡേവിഡ് ഹസ്ബലിൻ്റെ പഠനത്തിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയുമാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ നോക്കാം തുടർന്നുള്ള സൂക്ഷ്മമായ പ്രത്യേക ഘടകങ്ങൾ സങ്കീർണതയുടെ നിലവാരത്തെ ആസ്പദമാക്കിയുള്ള ക്രമീകൃതമായൊരു മുറയ്ക്ക് ഒന്നൊന്നായി പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. മനസ്സിലായി? അപ്പോൾ തുടർന്നുള്ള സൂക്ഷ്മതയുടെ ഓരോ ഘട്ടത്തിലും സങ്കീർണതയുടെ നിലവാരത്തെ ആസ്പദമാക്കിയുള്ള ക്രമീകൃതമായൊരു മുറയ്ക്ക് ഓരോന്നതായി പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. മനസ്സിലായല്ലോ? അപ്പോൾ സാമാന്യം എന്ന് വെച്ചാൽ അവൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഘടകങ്ങൾ, അല്ലേ? അർത്ഥപൂർണ്ണമായി പഠിക്കണമെങ്കിലും അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ വൈജ്ഞാനിക ഘടനയിൽ ഇണങ്ങിച്ചേർക്കുന്നു. അങ്ങനെ സ്തൂപിക രീതിയിലുള്ളൊരു ഘടന ആർക്ക് രൂപം നൽകുന്നു? കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് രൂപം നൽകുന്നു. അപ്പോൾ ഇവിടെ അധ്യാപകൻ പുതുതായി ഓരോ ആശയം അവതരിപ്പിക്കുമ്പോഴും വിജ്ഞാന സംസ്കരണ പ്രവർത്തനം നടക്കുന്നു. വിജ്ഞാന സംസ്കരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അധ്യാപകന്മാർ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ഓരോ വിജ്ഞാനത്തിലൂടെയും അറിവിലൂടെയും അവൻ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ഭൗതിക നിലവാരത്തിൽ കൊണ്ടെത്തിക്കുന്നു. സംസ്കരണവും ഭൗതിക ഭൂപടം ഇവിടെ അവൻ എന്ത് ചെയ്യും, വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയും വിജ്ഞാനശാഖയുടെ പുതിയ രൂപഘടനയും തമ്മിൽ സ്വാഭാവികമായ പൊരുത്തം ഉണ്ടായാൽ, ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ പൊരുത്തം ഉണ്ടാവണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടന നമ്മുടെ അനുഭവത്തിലേക്ക് പുതിയതായിട്ട് വന്നു ചേരുന്ന അറിവ് രൂപഘടനയും തമ്മിൽ സ്വാഭാവികമായൊരു പൊരുത്തം എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഏതൊരാശയവും അല്ലെങ്കിൽ ആശയഗ്രഹണത്തിനിട വരത്തുള്ളൂ നമ്മളിൽ. മനസ്സിലാകുന്നു? അപ്പോൾ ഇതിൻ്റെ ഫലമായി ചിന്തന പ്രക്രിയയും വൈജ്ഞാനിക ഘടനയും കൂടുതൽ വികസിതമാക്കുന്നു. ചിന്തന പ്രക്രിയയും വൈജ്ഞാനിക ഘടനയും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ വികസിതമാക്കുന്നുമുണ്ട്. നമുക്ക് നോക്കാം. വിജ്ഞാന ശകലങ്ങൾ ഭാഷാപരമായി അവതരിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള വിജ്ഞാന ശകലങ്ങളിലെ കാര്യങ്ങൾ ഭാഷാപരമായി അവതരിപ്പിക്കുമ്പോൾ അധ്യാപകൻ വാക്കുകൾ നിപുണമായി പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. പഠിതാവിന് തൻ്റെ വൈജ്ഞാനിക ഘടനയിലുള്ള പ്രസക്തമായ അറിവുകളുടെ സഹായത്തോടുകൂടി പുതിയ വിജ്ഞാന ശകലങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു പ്രയാസവും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഓൾറെഡി ഒരു അറിവുണ്ട്, അനുഭവമുണ്ട്, അതിലേക്കൊരു പുതിയ അനുഭവത്തെ വന്ന് ചേർക്കുകയാണ്, അല്ലേ? അപ്പോൾ പഠിതാവിന് വൈജ്ഞാനിക ഘടനയുടെ സഹായത്തോടെ പുതിയ വിജ്ഞാന ശകലങ്ങളെ പിടിച്ചെടുക്കാനും എന്ത് ചെയ്യും, ഇത് ഒരു യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നിലവിലുള്ള വിജ്ഞാന ഘടനയുടെ ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ പുതിയ അറിവ് അപരിചിതത്വം തോന്നുകയില്ല. പുതിയ അറിവിനോട് നമുക്ക് അപരിചിതത്വം തോന്നില്ല. കാര്യം എന്താ, നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് വന്നു ചേർന്നു, ഉള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അനുഭവങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞാൽ നമ്മുടെ അറിവിന് യാതൊരു തരത്തിലുള്ള അപരിചിതത്വവും അനുഭവപ്പെടുന്നില്ല. വ്യക്തിയുടെ ചിന്തന രീതിയുടെ ഘടന അയാളുടെ വൈജ്ഞാനിക ഘടനയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞാൽ വ്യക്തിയുടെ ചിന്തന രീതിയും ഘടനയും മനസ്സിലാകുന്നുള്ളൂ. അതൊക്കെ തന്നെ എന്ത് ചെയ്യും, വ്യക്തിയുടെ ചിന്തന രീതിയുടെ ഘടന അയാളുടെ വൈജ്ഞാനിക ഘടനയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഡേവിഡ് ഹസ്ബൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ്, ഒരാശയത്തെ സംബന്ധിച്ച ബഹുമുഖമായ കാഴ്ചപ്പാടുകൾ, അതുങ്ങൾ മൾട്ടി ഡയമെൻഷൻ, അത് മൾട്ടി ഡയമെൻഷൻ എന്ന് വെച്ചാൽ ബഹുമുഖമായ കാഴ്ചപ്പാടുകൾ സൂചിക്കുന്നത് അത് രൂപപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് രൂപം കൊണ്ടു, ഞാൻ തേടി നടന്ന സംഗതി എങ്ങനെ ഇത് രൂപം കൊണ്ടു, ഇവ പരസ്പര വിരുദ്ധമാണെന്നില്ല. ഓരോ വ്യക്തിക്കും വ്യക്തമായ വീക്ഷണഗതികൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആശയത്തെ ബഹുമുഖമായ കാഴ്ചപ്പാടുകളാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അത് വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു വിശദീകരണ രൂപം ക്ലാസ്സിൽ പഠിപ്പിക്കാം, പക്ഷേ അതെങ്ങനെ കുട്ടി അവൻ്റെ ഔട്ട്ലുക്കോടുകൂടി സ്വീകരിക്കുന്നു, അതാണ് നമുക്ക് പ്രാധാന്യം. നമ്മളിപ്പോൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം അവർ മനഃപ്പാഠമാക്കണമെന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയും വ്യക്തമായ ഒരു വീക്ഷണഗതി ഈ വ്യക്തിഗത വ്യത്യാസങ്ങളോട് ഉണ്ടാവണം. ചിന്തനത്തിനൊരു പ്രത്യേക ഘടനയും ഉണ്ടായിരിക്കണം. ഇതുകൂടി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. ഇനി ഞാൻ പുതിയ പദം പറയുകയാണ്, നമ്മൾ ഡേവിഡിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്നത് അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കാം,
അപ്പോൾ അർത്ഥപൂർണ്ണമായ ഒരു ഭാഷാപഠന പഠനം നമ്മളിലേക്ക് എത്തിച്ചേരും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് വിശദീകരിക്കാൻ വേണ്ടി അസ്ബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് എന്തെന്നറിയപ്പെടുന്നത് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ധാരണകൾ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ പഠിതാവിൻ്റെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയും പാഠ്യവസ്തുവുമായി സ്വാഭാവികമായിട്ടുള്ള പൊരുത്തമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിലൊരു പൊരുത്തം കൂടാതെ കൂടുതൽ സാധ്യമാകുക എന്ന അതാണ് എന്ത് ചെയ്യുന്നത് അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മം. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ ഈ മീനിങ് വെർബൽ ലേണിംഗ് ഇല്ലേ, അതിൻ്റെ ആ പഠനം എങ്ങനെ നിർവഹിക്കാം ക്ലാസ് റൂമിൽ നമ്മുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ എന്നതാണ് മനസ്സിലാവുന്നു. രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ്. അപ്പോൾ പഠിതാവിൻ്റെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയും പാഠ്യവസ്തുവുമായി സ്വഭാവമുള്ളതും വൈവിധ്യം പൊരുത്തുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലേ, ഇത്തരത്തിൽ പൊരുത്തം കൂടുതൽ സാധ്യമാക്കുക എന്നാണ് അഡ്വാൻസ് ഓർഗനൈസിൻ്റെ ധർമ്മം. അപ്പോൾ ഇത്തരത്തിലുള്ള പൊരുത്തം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പൊരുത്തം കൂടുതൽ സാധ്യമാക്കണം എന്നാണ് ആരുടെ അഭിപ്രായം? അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഒരു ധർമ്മം തന്നെ. മനസ്സിലാകുന്നില്ല. ഇനി വരുന്നത് അഡ്വാൻസ് ഓർഗനൈസറുകൾ പൊതു സ്വഭാവമുള്ളതും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുന്നു, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്വാൻസ് ഓർഗനൈസറുകൾ പൊതു സ്വഭാവമുള്ളതും വിശാലമായ പ്രാഥമിക വിവരങ്ങളും ധാരണകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ആകാം. അപ്പോൾ എന്നും പറയുന്നത് തുടർന്ന് പഠിക്കേണ്ട വിവരങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സംഭരിച്ച് വയ്ക്കും. അപ്പം നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ മീനിങ് വെർബൽ ലേണിംഗ് ക്ലാസ് റൂമിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം. അപ്പോൾ നമുക്കവിടെ വേണ്ടിയിട്ടുള്ള കാര്യം പൊതു സ്വഭാവമുള്ളതും വിശദീകരണ രൂപത്തിലുള്ള അല്ലെങ്കിൽ പ്രാഥമിക വിവരങ്ങൾ ഒക്കെ തന്നെ എന്ത് ധാരണയോ ദൃഷ്ടാന്തങ്ങളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തുടർന്ന് പഠിക്കേണ്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ വച്ചിട്ട് നമ്മൾ ഉൾക്കൊണ്ടിരിക്കും. മനസ്സിലായി? ആങ്കറിങ് ചെയ്ത് മീൻസ് ഉൾക്കൊണ്ടിരിക്കും വയ്ക്കും. അടുത്ത നെക്സ്റ്റ് വരുന്നത് സംഭരണമാണ്, സബ്മ്യൂമേഷൻ കേട്ടോ. സബ്മ്യൂമേഷൻ എന്നറിയപ്പെടുന്നത് സംഭരണം എന്ന് പറയും. അപ്പോൾ സബ്മ്യൂമേഷനിൽ പറയുന്നത് ആശയപരമായ നങ്കുരമിടൽ. അങ്ങനെ 3 ഘട്ടങ്ങൾ നിങ്ങൾ പഠിച്ചോണം. എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലെ ധാരണയിലേക്ക് പുതിയ ജ്ഞാനത്തെ ആർജിക്കുന്നതിന് നമ്മൾ 3 തന്ത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് സംഭരിക്കൽ അഥവാ ഉൾക്കൊള്ളൽ, സെക്കൻഡ് പറയുന്ന സംഭരണം, തേർഡ് പറയുന്ന നങ്കുരമിടൽ എന്നീ 3 അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ആർക്കാണ്? മൈനിങ്, അതായത് അർത്ഥപൂർണമായ ഭാഷാ പഠനം കുട്ടികളിലേക്ക് എത്തുന്നതിന്. മനസ്സിലാവുന്നില്ല എങ്കിൽ മാത്രമേ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു നിയമ നടപടി മീൻസ് ഇവിടെ അർത്ഥമാക്കുന്നത് തന്ത്രങ്ങൾ അല്ലേ. അപ്പോൾ ഈ തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി എന്ത് ചെയ്യും? ആ 3 തന്ത്രങ്ങൾ മറക്കാതെ പഠിച്ചോണം കേട്ടോ. ഇത് ചോദിച്ചിട്ടുള്ളത് ഒന്ന് സംഭരണം, സംഭരിച്ച് വയ്ക്കുക, ഉൾക്കൊണ്ട് വയ്ക്കുക. സെക്കൻഡ് പറയുന്നത് പിന്നെ സംഭരിക്കൽ അഥവാ സംഭരണം, ആങ്കറിങ് എന്നീ ഘടകങ്ങളാണ് അല്ലെ. ഉൾക്കൊള്ളൽ അഥവാ സംഭരണം, ദെൻ നങ്കുരമിടൽ. ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ചോദിക്കും. അപ്പോൾ ഉൾക്കൊള്ളൽ, സംഭരിക്കൽ, നങ്കുരമിടൽ എന്നീ 3 ഘടകങ്ങളാണ് അർത്ഥപൂർണമായ ഭാഷാപര പഠനത്തെ നമ്മുടെ ക്ലാസ് റൂമിൽ ആപ്ലിക്കബിൾ ആക്കുന്നതിനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ വൈജ്ഞാനിക ഘടനയിൽ പിന്നെ ഇത് പുതിയ ആശയങ്ങളെ ഗ്രഹിക്കാനും നിലനിർത്താനും കഴിയുകയുള്ളൂ. എങ്ങനെയാണെങ്കിൽ മാത്രം വൈജ്ഞാനിക ഘടനയിൽ ഉണ്ടാവണം. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആശയപരമായ നങ്കുരമിടലും ഈ 3 തന്ത്രങ്ങളുണ്ടല്ലോ, ഈ വിപുലമായ ഈ പിന്നെ തന്ത്രങ്ങൾ നമ്മുടെ വിജ്ഞാന ഘടനയിലേക്ക് വന്നു ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവും? ആശയഗ്രഹണം അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് നമ്മുടെ ലെവലിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവയെ ഗുണാത്മകവും വിപുലവുമായ പ്രത്യേക പ്രാഥമിക ആശയങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസറുകൾ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ചില അടിസ്ഥാനവും ഗുണാത്മകവുമായിട്ടുള്ള നീതി വച്ച് പുലർത്തുന്ന എന്താ പറഞ്ഞ പ്രത്യേക ആശയങ്ങളുണ്ടല്ലോ, പ്രാഥമിക ആശയങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസറുകളുടെ ധർമ്മം. അപ്പോൾ തന്മൂലം അവയ്ക്ക് പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കപ്പെടാനും എല്ലാ ആശയങ്ങളെയും ശൃംഖലനം ചെയ്യാനും അതുപോലെ തന്നെ ഒന്നിച്ചു നിർത്തുകയും നങ്കുരമിടാൻ എന്നുള്ള ധർമ്മം നിർവഹിക്കാനും ഒക്കെ തന്നെ ഈ ധാരണയിലൂടെ നമുക്ക് കഴിയുന്നു. ഇത് ഇത്തിരി ഒരു ടഫുള്ള സ്ഥലമാണ് കേട്ടോ. കാര്യം നമ്മൾ ആ 3 തന്ത്രങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോകാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് സംഭരിക്കൽ, ഉൾക്കൊള്ളൽ, സംഭരണം, നങ്കുരമിടൽ. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഈ തന്ത്രങ്ങൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഭാഷാപരമായിട്ടുള്ള വിശദീകരണങ്ങളും മറ്റും തന്നെ കൊടുത്തുകൊണ്ട് കുട്ടികളിലൂടെ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും.
മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി പാഠ്യവസ്തുക്കളെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ശൃംഖലനം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ മുമ്പ് പഠിച്ച പാഠ്യവസ്തുവിനെ പുതുതായി പഠിക്കുന്ന പാഠ്യവസ്തുവുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം, അല്ലെ ഇണക്കി ചേർക്കുകയാണ് അഡ്വാൻസ് ഓർഗനൈസിൻ്റെ മുഖ്യ ഘടകം. അതുപോലെ തന്നെ ഇവിടെ സംഭരണി, സബ്മർ എന്ന് പറയും, സംഭരണി എന്ന ആശയം കൂടുതൽ എന്ത് ചെയ്യും നമ്മളിവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സംഭരണി എന്ന ആശയത്തെ വ്യക്തികൾ പുതിയ വിവരങ്ങളെ കോഡുകളാക്കി സംഘടിപ്പിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പല പുതിയ വിവരങ്ങൾ നമ്മൾ വളരെ എൻലാർജ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കോഡ് രൂപത്തിലാണ് നമ്മൾ പഠിച്ചു വയ്ക്കാറുള്ളത്. അത് നമ്മുടെ വിജ്ഞാനഘടനയുടെ ഭാഗമാക്കാറുള്ളത്. അപ്പോൾ വിവരങ്ങളുടെ സഹായത്തോടെയാണ് ഇത് നടക്കുന്നത്. കോഡിംഗ് സിസ്റ്റത്തിൻ്റെ, അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോഡിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ആശയത്തെ അദ്ദേഹം സബ്സ്യൂമർ എന്ന് വിളിക്കുന്നു. മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കോഡിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ആശയത്തെ ഡേവിഡ് എസ്ബൽ എന്താണ് വിളിക്കുന്നത്? സബ്സ്യൂമർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 3 തന്ത്രങ്ങളുണ്ട്, ചിന്തന തന്ത്രങ്ങൾ. അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ ഒരു കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള 3 തന്ത്രങ്ങൾ. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതൊരു മനഃപ്പാഠമാക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ നമ്മുടെ ധാരയിൽ, അതായത് നമ്മുടെ ചിന്താധാരയിൽ ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം. ഇനി പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണം. അത് എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്? അപ്പോൾ ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാനം സുസംഘടിതമായ സംഘടന ലക്ഷ്യമാക്കി എടുക്കുന്നു. അഥവാ അപ്പോൾ നമ്മളിങ്ങനെ സുസംഘടിതമാക്കി എടുക്കുന്ന സമയത്ത് ഈ അതായത് നമ്മൾ പറഞ്ഞത്, അതായത് നമ്മുടെ മുന്നറിവുകളെ നമ്മൾ പഠിച്ച അനുഭവമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. ഇങ്ങനെ സുസംഘടിതമാക്കുന്ന വിജ്ഞാന ഘടനയെ. അപ്പോൾ ഇതിനാണ് ഇങ്ങനെ ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നറിയപ്പെടുന്നു. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെ വ്യക്തിയുടെ വൈജ്ഞാനിക ഘടന വ്യത്യസ്ത വിജ്ഞാന ശകലങ്ങളുടെ ഘടനവുമായിട്ട് അല്ലെങ്കിൽ സമീകരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാ? വ്യക്തിയുടെ വിജ്ഞാന ഘടന. മനസ്സിലാവുന്നത്. അപ്പോൾ വ്യക്തിയുടെ വിജ്ഞാന ഘടന നിരവധി തരത്തിലുള്ള എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യത്യസ്ത വിജ്ഞാന ശാഖകളുടെ ഘടനകളുമായിട്ട് എപ്പോഴും പ്രതിപ്രവർത്തിക്കാറുമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഇതൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഭാഗങ്ങളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ? അഡ്വാൻസ് ഓർഗനൈസിലും കുറച്ച് പദങ്ങൾ നമ്മൾ പഠിച്ചു, മറക്കരുത്. സംഭരണം, നങ്കുരമിടൽ നമ്മൾ പഠിച്ചല്ലോ. സംഭരണം എന്താണ്? സബ്സ്യൂമേഷൻ എന്താണ്? സംഭരണം ഇല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു. ഫസ്റ്റ് പഠിച്ചത് ഉൾക്കൊള്ളലുകൾ എന്താണ്? സംഭരിക്കൽ, പിന്നെ സംഭരണം, 3 നങ്കുരമിടൽ. സംഭരിക്കൽ, സംഭരണം, നങ്കുരമിടൽ. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടി തൻ്റെ അറിവിനെ സ്വാംശീകരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഓരോന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ 3 കാര്യങ്ങൾ എടുത്തെടുത്ത് പഠിച്ചുകൊണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് അറിവിനെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇതിലൂടെ മാത്രമേ നമ്മുടെ നിലവിലുള്ള അറിവിനെ വിപുലീകരിക്കാൻ കഴിയത്തുള്ളൂ. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളാണ്. അപ്പോൾ വേണ്ടത്ര അടിസ്ഥാനപരമായ ഗുണാത്മകവും വിപുലവുമായ പ്രത്യേക പ്രാഥമിക ആശയങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് തരുന്നൊരു ആശയമാണ്. എന്തിനാ? നമ്മുടെ നിലവിലെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നതിന്. അപ്പോൾ ഇവയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായി? നിങ്ങൾ എപ്പോഴും ചിന്തിക്കാം, എന്താണ് ഈ അഡ്വാൻസ് ഓർഗനൈസർ? അപ്പം നിലവിലെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക ആശയം. ഈ ആശയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നിലവിലെ വൈജ്ഞാനിക ഘടനയെ വിപുലീകരിക്കുവാൻ കഴിയുന്നു. ശൃംഖലനം ചെയ്യുന്ന എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേടിക്കഴിഞ്ഞ അറിവും നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള അറിവും ഇപ്പോൾ പുതിയതായിട്ട് നേടിച്ചേർന്ന അറിവും നമ്മൾ ഒന്നിച്ചു നിർത്തുന്ന നങ്കുരത്തിൻ്റെ ധർമ്മം ഒന്നിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ നങ്കുരം. വിടണമെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. 3 തലത്തിലുണ്ട്. ഒന്ന് ഉൾക്കൊള്ളൽ, സംഭരിക്കൽ, അതുപോലെ തന്നെ നങ്കുരമിടൽ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടിയുടെ വിജ്ഞാനിക ഘടന എന്ത് ചെയ്യുന്നത്? അതായത് മുൻപ് പഠിച്ച വസ്തുക്കളെ ഇപ്പോൾ നിലവിലുള്ള വസ്തുക്കളുമായിട്ട് കൂട്ടി യോജിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ സബ്സിമർ അഥവാ സംഭരണി എന്ന ഒരു വിജ്ഞാനം കൂടുതൽ വിശദമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വ്യക്തികൾ പുതിയ വിവരങ്ങളെ, അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല കാര്യങ്ങളും പല വ്യക്തികളും പഠിച്ചെടുക്കുന്ന ചില കോഡ് രൂപത്തിലായിരിക്കും, അല്ലേ? നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്നതായിരിക്കും. കോഡ് രൂപത്തിലായിരിക്കും പഠിക്കുന്നത്, അല്ലെ? സബ്സ്യൂമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും സബ്സ്യൂമർ എന്ന് പറയുമ്പോൾ സബ്സ്യൂമറാണ് കേട്ടോ. സബ്സ്യൂമർ അതായത് സംഭരണി എന്ന് തന്നെ വായിക്കുക. എന്നാൽ സബ്സ്യൂമർ എന്ന സംജ്ഞ
എന്ന സംജ്ഞ കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തികൾ പുതിയ കോഡുകളെ എപ്പോഴും ആ വിവരങ്ങളെ കോഡുകളായിട്ടാണ് സംഘടിപ്പിച്ചാണ് പഠിക്കുന്നതെന്ന് അസബൽ കരുതുന്നു. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊരു കോഡ് രൂപത്തിലാണ് പുതിയ അറിവിനെ നമ്മൾ വിജ്ഞാനഘടനയിലേക്ക് സ്വാംശീകരിച്ച് വയ്ക്കുന്നത്. അതിന് ആ ഒരു സംജ്ഞ മനസ്സിലാക്കുന്നതിനാണ് ഈ സബ്സ്യൂമർ എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അസബൽ കരുതുന്നു. അപ്പോൾ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലൂടെ വിവരങ്ങളുടെ സഹായത്തോടെയാണ് അല്ലെ, നമുക്ക് നിലവിൽ വൈജ്ഞാനിക ഘടന ഉണ്ടെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പുതിയ അറിവിനെ നമുക്ക് നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, സബ്സ്യൂമറിലേക്ക് കൂടി യോജിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് നടക്കുന്ന കോഡിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ആശയത്തെ അദ്ദേഹം സബ്സ്യൂമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കോഡിന് മുമ്പ് എന്ത് വേണം, സബ്സ്യൂമർ വേണം. സബ്സ്യൂമറിന് കോഡിംഗ് എന്താണ്, പുതിയ ആശയത്തെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് കോഡിംഗ്. അപ്പോൾ സബ്സ്യൂമർ ആൻഡ് കോഡിംഗ് ഇത് സംഭരിച്ച് ഉൾക്കൊള്ളുന്നു എന്നാണ് കാരണം. ഇതിനെ സംഭരിപ്പിച്ചിട്ട് നമ്മൾ സബ്സ്യൂമർ എന്ന് വിളിക്കുന്നു. മറ്റൊരാശയങ്ങളെല്ലാം ഇത് സംഭരിച്ച് ഉൾക്കൊള്ളുന്നു എന്ന കാരണം പഠനത്തെ നിഗമന അല്ലെങ്കിൽ ഡിഡക്റ്റീവ് രീതിയിൽ പുരോഗമിക്കണം. അപ്പം ഇങ്ങനെ സംഭരിച്ച് ഉൾക്കൊള്ളിച്ച് വയ്ക്കുന്നത് കൊണ്ട് തന്നെ പഠനത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, ഡിഡക്റ്റീവ് രൂപത്തിൽ വേണം ആ ഒരു പഠനം പുരോഗതിയിലേക്ക് എത്തുന്നത് എന്നാണ് ആര് പറയുന്നത്, അസുബൽ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പഠനത്തെ നിഗമന രീതിയിൽ നമ്മൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് നോക്കേണ്ടതാണ്. പഠനത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആ നിഗമന രീതിയിൽ പുരോഗമിക്കണം എന്നാണ് അസുബൽ പറയുന്നത്. അതായത് സാമാന്യമായ പൊതുധാരണകളുടെ ഗ്രഹണത ജനറലൈസിൽ നിന്നും പർട്ടിക്കുലറിലേക്ക് നിഗമന രൂപത്തിൽ കൂടുതൽ സൂക്ഷ്മമായ ഇനങ്ങളിലേക്ക് എത്തണം. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഒരു വലിയ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഒരു പുഷ്പഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുഷ്പത്തെക്കുറിച്ച് തന്നെ പ്രദർശിപ്പിക്കുക, അതിനുശേഷം ഭാവങ്ങളിലേക്ക് എത്തിക്കുക. അത് ജനറലൈസിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ പർട്ടിക്കുലർ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതിനാണെങ്കിൽ ഈ നിഗമന രീതിയിലുള്ള പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ നിഗമന രീതിയിലുള്ള പഠനം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡേവിഡ് അസുബൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പിന്നെ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ആണ്. അപ്പോൾ എന്താണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ ഈ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ ആശയത്തെ കൊണ്ടെത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. മനസ്സിലാവുന്നില്ല. ഇതിലൂടെ മാത്രമേ അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ പുതിയ അറിവിനെ എങ്ങനെ സ്വാംശീകരിച്ചെടുക്കുന്നു, കോഡ് രൂപത്തിലാകുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു സബ്സ്യൂമർ ഉണ്ട്. ഈ സബ്സ്യൂമറിലൂടെ കോഡുകളെ നമ്മൾ ഉൾക്കൊള്ളിച്ചെടുക്കുന്നു എന്ന് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. സോ മനസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡേവിഡ് അസുബൽ കൊണ്ടുവന്ന അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അപ്പോൾ എന്താണ് അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ എടുത്ത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ഈ അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്ന്. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ അർത്ഥമാക്കിയിരിക്കേണ്ട കാര്യം, ഒരു കുട്ടി എങ്ങനെ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്ന ആശയത്തെ തൻ്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എത്തിക്കണം. ഈ അവസരത്തിലാണ് നമ്മൾ ഈ അഡ്വാൻസ് ഓർഗനൈസർ ഈ ആശയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മളിവിടെ വലിയ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വസ്തുതകളാകാം, അല്ലെങ്കിൽ ധാരണകളോ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളോ ഒക്കെയാകാം. ഇങ്ങനെ പല വിധത്തിലായിരിക്കും ഒരു കുട്ടിക്ക് ഒരു ആശയഗ്രഹണം നടക്കുന്നത്. ഈ ആശയഗ്രഹണം നടന്നു എങ്കിൽ മാത്രമേ മനസ്സിലാവുന്നല്ലോ, ആശയഗ്രഹണം നടന്നു എങ്കിൽ മാത്രമേ അവൻ്റെ നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് വിജ്ഞാന ശകലങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് വസ്തുതകളോ ധാരണകളോ ദൃഷ്ടാന്തങ്ങളോ ഒക്കെ ആകാം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊണ്ടെത്തിച്ചോ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പഠിക്കേണ്ട വിവരങ്ങളെല്ലാം, അതായത് ഞങ്ങൾ തുടർന്ന് പഠിക്കേണ്ട വിവരങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംഭരിക്കൽ, സംഭരണം, അതുപോലെ തന്നെ നങ്കുരമിടൽ. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ സബ്സ്യൂമേഷൻ, സംഭരണത്തെയാണ് സബ്സ്യൂമേഷൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലാവും. സംഭരിക്കൽ, സംഭരണത്തെയാണ് സബ്സ്യൂമേഷൻ, നങ്കുരമിടലിനെ ആങ്കറിങ് എന്നറിയപ്പെടും. ആങ്കറിങ്. അപ്പോൾ സംഭരിക്കൽ, ആങ്കറിങ്, സബ്സ്യൂമേഷൻ അല്ലെങ്കിൽ ആങ്കറിങ്, നങ്കുരമിടൽ എന്ന് വെച്ചാൽ ആങ്കറിങ്. ഇങ്ങനെ 3 ഘട്ടത്തിലൂടെ എത്തുന്നു. പുതിയ വിവരങ്ങൾ, പുതിയ പഠിക്കേണ്ട എന്താണോ അതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് എത്തിച്ചേരുന്നത്.
ഇനി ഒരൊറ്റ കാര്യം കൂടി പഠിച്ചിരിക്കണം, ഇവിടെ നിന്നാണ് പ്രീവിയസ്ലി 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ ആശയങ്ങളെ ഗ്രഹിക്കാനും നിലനിർത്തുകയും ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ വേണ്ടത്ര അടിസ്ഥാനപരവും ഗുണാത്മകവും അല്ലെങ്കിൽ വിപുലവുമായ പ്രാഥമിക ആശയങ്ങൾ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലെ നമ്മൾ ആശയങ്ങളെ ഗ്രഹിക്കണം, അത് നമുക്ക് അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ ഈ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള പ്രാഥമികവും വിപുലവുമായ പ്രാഥമിക ആശയങ്ങളെ വിളിക്കുന്ന പേരാണ് അഡ്വാൻസ് ഓർഗനൈസറുകൾ. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പ്രാഥമികവും വിപുലവുമായ പ്രാഥമിക ആശയങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസറുകൾ. മനസ്സിലാവും. ഈ അഡ്വാൻസ് ഓർഗനൈസറുകൾ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്നത് വസ്തുതകളോ ധാരണകളോ ദൃഷ്ടാന്തങ്ങളോ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും മനസ്സിലായി. ഇതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് ഞാൻ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സംഭരിക്കൽ എന്താണ്, സംഭരണം ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ സബ്സ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലായി. ഇങ്ങനെയുള്ള ചില വേർഡുകളും സ്പെസിഫിക് വേർഡുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പഠിച്ചപ്പോഴേ നമ്മൾ ജിൻ പിയാഷയുടെ തിയറി പഠിച്ചപ്പോഴേ തന്നെ നമ്മൾ അസുമിലേഷൻ, അക്കോമഡേഷൻ എന്നീ കാര്യങ്ങൾ പഠിച്ച ആ ലെവലിലാണ് വിജ്ഞാനം ആർജിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഡേവിഡ് ഹസ്ബലും പറയുന്നത്, ഒരു പുതിയ അറിവിനെ നമ്മൾ സ്വീകരിക്കുന്നത് സംഭരണം, സംഭരിക്കൽ, ആങ്കറിങ്, സബ്സ്യൂമേഷൻ എന്നീ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം നമ്മുടെ ആശയഗ്രഹണം പൂർത്തീകരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ പഠിച്ച് വയ്ക്കേണ്ടത്. ഇല്ലാതെ ഇപ്പം നമ്മളിങ്ങനെ വായിച്ചിങ്ങനെ വെറുതെ പോകുന്നതിനെക്കാട്ടിലും ഈ പറയുന്ന വേർഡുകൾ ബേസ് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ നമുക്കത് മറക്കാതിരിക്കുക. നമുക്ക് മറക്കുകയാണല്ലോ നമുക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ മറക്കാതിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുതിയ ഘടകം അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഡേവിഡ് ഹസ്ബൽ കൊണ്ടുവന്ന അടുത്തൊരു അഡ്വാൻസ് ഓർഗനൈസിൻ്റെ വർഗീകരണം, അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ നമുക്ക് അഡ്വാൻസ് ഓർഗനൈസിൻ്റെ വർഗീകരണത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അസുബൽ 2 ഇനം അഡ്വാൻസ് ഓർഗനൈസറുകളെ പറ്റി പഠിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അർത്ഥപൂർണമായ ഭാഷാ പഠനം കുട്ടികളിലേക്ക് എത്തുന്നത് 2 തരത്തിലാണ്. ഒന്ന് വിശദീകരണ രൂപത്തിലുള്ളതും ഒന്ന് താരതമ്യ രൂപത്തിലുള്ളതും. അപ്പോൾ എന്താ പറഞ്ഞത്? 2 തരത്തിലാണ് ഈ അഡ്വാൻസ് ഇപ്പം നമ്മൾ ഓൾറെഡി ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, അതൊരു പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ വിശദീകരണ രൂപത്തിലേക്കുള്ളത് അല്ലേ. അതായത് വിശദീകരണ രൂപത്തിലൂടെയുള്ള പഠനം. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത്? ജിൻ പിയാഷയും ജെറമസ് ബ്രൂണറേയും പോലെയുള്ളവർ ഈ കണ്ടെത്തൽ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഡേവിഡ് ഹസ്ബലിനെ പോലുള്ള ഒരു വിശദീകരണ രൂപവുമായിട്ട് എത്തിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ക്രിട്ടിസൈസുകൾ നേരിട്ട് കൊണ്ടിരുന്നു. കാര്യം ഇതെങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? അപ്പോൾ പലരും പറഞ്ഞ് ഇങ്ങനെയാണ് ഇത് പഠിക്കുന്നത് മിക്കവാറും കാണാപ്പാട വാക്കുകളായിരിക്കും, നിങ്ങൾ ഗൃഹസ്ഥം അങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയത്തുള്ളൂ, ഇല്ലാതെ നമ്മളൊരു അർത്ഥപൂർണ്ണമായിട്ട് നമ്മൾ ഈ വിശദീകരണ രൂപത്തിലൊന്നും പഠിക്കാൻ കഴിയത്തില്ല എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ വന്ന ഈ ഒരു അവസരത്തിൽ വിശദീകരണം, അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഡ്വാൻസ് ഓർഗനൈസറിനെ 2ആയിട്ട് വർഗീകരിക്കാം എന്ന് അതുപോലെ വ്യക്തമാക്കി. അതെങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും? വിശദീകരണത്തിലുള്ളത് അല്ലെങ്കിൽ എക്സ്പോസിറ്ററി ആൻഡ് ദെൻ കമ്പാരിറ്റീവ് ഒന്ന് വിശദീകരണത്തിലുള്ളതും ഒന്ന് കമ്പാരിറ്റീവ് ചെയ്യുക, താരതമ്യ രൂപത്തിലുള്ളതും. അപ്പോൾ വിശദീകരണ മാതൃകയിലുള്ള അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മം പാഠഭാഗത്തിലൊരു പ്രത്യേക വർഗത്തിനോ ഉപവർഗങ്ങൾക്കോ ഇനങ്ങൾക്കോ വേണ്ടിയുള്ളതും. വിശദീകരണ രൂപത്തിൽ എന്ന് വെച്ചാൽ ഒരു പാഠഭാഗം എടുത്തു നമ്മൾ, ആ പാഠഭാഗത്തിൽ പ്രത്യേകം ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകം വർഗങ്ങളോ ഉപവർഗങ്ങളോ ഇനങ്ങളോ ഒരു പ്രത്യേക ഇനങ്ങൾ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിയന്ത്രിത രൂപത്തിലുള്ളതുമായ ചെറിയ സംഭരണികൾ, ഈ സംഭരണികളെയാണ് വർഗങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പരിചയപ്പെടുത്തുന്നു. അപ്പോൾ വർഗബന്ധത്തിൻ്റെ വിശാലവും സാമാന്യവുമായ മാതൃകയിലുള്ള പൊതു സംഭരണിയാണ് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ നൽകുന്നത്. പൊതുവായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊതുവായിട്ടുള്ള സംഭരണി എന്ന് വെച്ചാൽ വിശദീകരണ രൂപത്തിലാണെങ്കിൽ കൂടി നമ്മൾ കുട്ടികളിലേക്ക് ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ജനറലൈസ് അല്ലെങ്കിൽ നിഗമന രൂപത്തിലാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മം പാഠഭാഗത്തിലെ പ്രത്യേക വർഗത്തിനോ ഉപവർഗങ്ങൾക്കോ ഇനങ്ങൾക്കോ വേണ്ടിയുള്ളതും നിയന്ത്രിത രൂപത്തിലുള്ളതുമായ ചെറിയ സംഭരണികൾ വർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. വർഗബന്ധത്തിൻ്റെ അതിനുശേഷം ഈ വർഗങ്ങൾ തമ്മിലുള്ള സാമാന്യമായ മാതൃകയിലുള്ള ഒരു പൊതു സംഭരണിയാണ് കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത്.
മനസ്സിലാവുന്നില്ല. അതാ ജനറലൈസേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് വിശദീകരണ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുകൾ. ഇനി വരുന്നത് താരതമ്യ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുകളുണ്ട്. അപ്പോൾ എന്താണ്? താരതമ്യ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ നോക്കാം. ഇനി പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയും, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട? പാഠ്യവസ്തുക്കളെ ഒരു കുട്ടി നമ്മൾ പറയാം, അതായത് നിലവിലുള്ള നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയും ഇണക്കി ചേർക്കുകയുമാണ് അഡ്വാൻസ് ഓർഗനൈസറിന്റെ മുഖ്യമായും ചെയ്യുന്നത്. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ അർത്ഥമാക്കുന്നത്? നമ്മൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് ആശയങ്ങളെ എത്തിക്കുന്ന ഒരു പ്രാഥമിക ആശയങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്. ഈ പ്രാഥമിക ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു കുട്ടി ഒരു പാഠം ഭാഗം അവന് മനസ്സിലാക്കുന്നത് ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ ആയിരിക്കും. ഉദാഹരണങ്ങൾ നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിൽ അവനൊരു ഉൾക്കാഴ്ച വരും, ധാരണ വരും, ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായിട്ട് നമുക്ക് അറിവ് ലഭ്യമാക്കി തരുന്ന ആശയങ്ങളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഈ അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലാവുന്നില്ല? അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസറിന്റെ മുഖ്യ ധർമ്മം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിച്ച, അതായത് നമ്മുടെ നിലവിലെ വൈജ്ഞാനിക ഘടന ഉണ്ടല്ലോ, അവിടെയാണല്ലോ മുമ്പ് പഠിച്ച പാഠ്യവസ്തുക്കളൊക്കെ ഉൾക്കൊണ്ടിച്ചിരിക്കുന്നത്. ഇവിടത്തേക്ക് പുതിയതായി നമ്മൾ പഠിച്ച പാഠ്യവസ്തുക്കളെ ഇണക്കി ചേർക്കുന്നു ആണ് ആരുടെ ധർമ്മം? അഡ്വാൻസ് ഓർഗനൈസറുകളുടെ ധർമ്മം. സോ അതിന് പറയുന്ന പേരാണ് സബ്സ്യൂമർ അഥവാ സംഭരണി എന്ന സംജ്ഞ. അപ്പോൾ സബ്സ്യൂമർ അഥവാ സംഭരണി എന്ന സംജ്ഞ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിലവിലുള്ള നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് അഡ്വാൻസ് ഓർഗനൈസർ മുഖ്യമായും ചെയ്യുന്നത് സബ്സ്യൂമർ എന്ന സംജ്ഞയാണ്. ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ പാഠ്യവസ്തുക്കളെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ പേരാണ് സബ്സ്യൂമർ എന്ന സംജ്ഞ ഉപയോഗിക്കുന്നത്. വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡേവിഡ് അസ്ബൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വ്യക്തികൾ പുതിയ വിവരങ്ങളെ, ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യം കൂടെയാണ്, വ്യക്തികൾ പുതിയ വിവരങ്ങളെ കോഡ് രൂപത്തിലാണ് പലപ്പോഴും പഠിക്കാറുള്ളത്. അപ്പോൾ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുടെ വിവരങ്ങളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മളൊരു കാര്യം പഠിക്കുന്നത് എപ്പോഴും കോഡ് രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ കോഡ് രൂപത്തിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് പഠിക്കാനും കഴിയത്തില്ല. അപ്പം നമുക്ക് മുന്നറിവുകളുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇതിന് എന്ത് ചെയ്യും? ഇണക്കി ചേർക്കും, അല്ലെങ്കിൽ ബന്ധിപ്പിക്കും. അപ്പോൾ കോഡിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ആശയത്തെ അദ്ദേഹം സബ്സ്യൂമർ എന്ന് വിളിച്ചു. ഉൾക്കൊള്ളിപ്പിക്കുന്നത് സംഭരണി. കോഡിംഗ് സിസ്റ്റത്തിന്റെ മുകളിലുള്ള ആശയത്തെയാണ് അദ്ദേഹം സബ്സ്യൂമർ എന്ന് വിളിച്ചത്. മറ്റെല്ലാ ആശയങ്ങളും, അല്ലെങ്കിൽ മറ്റൊരാശയങ്ങളെ എല്ലാം അത് സംഭരിച്ച് അതായത് നമ്മൾ മറ്റെല്ലാ ആശയങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം ആശയങ്ങളാണോ ഇതിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കുന്നത് അതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളിപ്പിക്കുന്നത് ഈ സബ്സ്യൂമറിലൂടെയാണ്, അല്ലെങ്കിൽ സംഭരണികളിലൂടെയാണ്. അദ്ദേഹം എന്താ പേര് വിളിച്ചത്? ഈ കോഡിങ്ങിലൂടെ നമ്മുടെയിലേക്ക് എത്തിച്ചേർക്കുന്ന ആശയത്തെ അദ്ദേഹം വിളിച്ച പേര് സബ്സ്യൂമർ എന്നാണ്. എന്താണ്? സബ്സ്യൂമർ എന്ന മറ്റെല്ലാ അതുപോലെ തന്നെ മറ്റെല്ലാ ആശയങ്ങളെയും അത് സംഭരിച്ച് ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിന് കാരണം. മനസ്സിലാവുന്നല്ലോ? അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിച്ചത്? സബ്സ്യൂമർ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംഭരിച്ച് ഉൾക്കൊള്ളുന്നു എന്നാണ് കാരണം. പഠനം ഡേവിഡ് അസ്ബലിൻ്റെ ഒരു നിഗമനത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഡക്റ്റീവ് രീതിയിൽ പുരോഗമിക്കുന്നു. നിഗമന രീതിയിലാണ് പഠനം ഡേവിഡ് അസ്ബലിൻ്റെ അർത്ഥപൂർണപരമായ ഭാഷാ പഠന ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്ന് വച്ചാൽ, അവിടെ ഞാൻ പറയാം, അതായത് സാമാന്യമായ പൊതുധാരണകളുടെ ഗ്രഹണത്തിൽ നിന്നും അത് സൂക്ഷ്മമായ ഇനങ്ങളിലേക്ക് വരണം. അപ്പം ഞാൻ അതുകൊണ്ടാണ് എക്സാമ്പിളേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുള്ളത്. സാമാന്യമായ ചില പൊതു ആശയങ്ങളിൽ നിന്നുമാണ്, സാമാന്യമായ ചില പൊതു ആശയങ്ങളിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂക്ഷ്മങ്ങളായ ഇനങ്ങളിലേക്ക് പഠനത്തെ എത്തിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു ഫ്ലവറിനെ കുറിച്ച് ഒരു ടോട്ടൽ, അതായത് ഒരു ഫ്ലവറിനെ കുറിച്ച് പഠിക്കുന്നു. ഇപ്പോൾ ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ഉൾക്കാഴ്ച പഠനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സാമാന്യ ആശയം കിട്ടുന്നതിന്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? ഫ്ലവറിനെ കാണിച്ച് മനസ്സിലാക്കും. അതിൽ നിന്ന് ശേഷം ഫ്ലവറിൻ്റെ ഇലകൾ എത്രയാണ്, ആ വേരുകളെക്കുറിച്ച്, അങ്ങനെ ഓരോരോ പാർട്ടുകളായിട്ട് പിന്നെ എടുത്ത് പഠിക്കുന്നത്. ഇതാ പറഞ്ഞ സാമാന്യമായ പൊതുധാരണകളുടെ ഗ്രഹണത്തിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മമായ ഇനങ്ങളിലേക്ക്, അത് ആദ്യമായിട്ട് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്തിട്ട് ഒരു പൊതുവായൊരു അറിവ് കിട്ടും. അതിൽ നിന്ന് സൂക്ഷ്മമായ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും. ഇതിനെയാണ് നിഗമന പഠനം എന്ന്, ഡിഡക്റ്റീവ് ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡേവിഡ് അസ്ബലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തിലും കുട്ടികൾ പുരോഗമിച്ച് നീങ്ങേണ്ട നിഗമന രീതിയിലാണ്. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. മനസ്സിലാവുന്നല്ലോ? അങ്ങനെ ആയിരിക്കണം പഠനത്തിൻ്റെ ഗതി എന്നുള്ളതാണ് ഡേവിഡ് അസ്ബൽ വ്യക്തമാക്കിയത്.
ഇനി അദ്ദേഹം പറഞ്ഞത് അഡ്വാൻസ് ഓർഗനൈസിന്റെ വർഗീകരണത്തെ പറ്റി അബ്സോല്യൂട്ട് രണ്ടിനും വിശദീകരണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു ഏതെല്ലാം തരത്തിലാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞത്, വിശദീകരണ രൂപത്തിലുള്ളതും താരതമ്യ രൂപം, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, വിശദീകരണ രൂപത്തിലുള്ളതും താരതമ്യ രൂപത്തിലുള്ളതും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ പുതിയ അറിവ് സ്വീകരിക്കണമെങ്കിൽ, അതായത് നമ്മുടെ വിജ്ഞാന ശകലത്തിലേക്ക് പുതിയ അറിവിനെ സ്വീകരിക്കണമെങ്കിൽ വൈജ്ഞാനിക ഘടനയിൽ അതുമായി ബന്ധപ്പെട്ട വിശാലമായ ധാരണകൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പുതിയ അറിവിനെ നമ്മുടെ വിജ്ഞാന ഘടനയിലേക്ക് എത്തിക്കണമെങ്കിൽ നിലവിലെ നമുക്ക് എന്തുണ്ടാകും, നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ നമ്മൾ എന്താണ് ഉൾക്കൊള്ളുന്നത് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ധാരണകൾ അല്ലേ, നമ്മൾ ഓൾറെഡി ഇൻസൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ധാരണകൾ ഉണ്ടായിരിക്കണം. പിന്നെ അവയുമായാണ് പുതിയ വിജ്ഞാന ശകലങ്ങൾ അർത്ഥപൂർണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശൃംഖലനം ചെയ്യണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഈ പോയിന്റ് എടുത്ത് പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഒന്ന് പാഠം പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രീ റിക്വസ്റ്റുകൾ നമുക്കുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ പ്രീ റിക്വസ്റ്റുകൾ നമുക്കുണ്ട് എങ്കിൽ, അതായത് ധാരണ, ഒരു ഉൾക്കാഴ്ച അതിനെക്കുറിച്ച് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുതിയ അറിവിനെ വിജ്ഞാന ശകലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ധാരണയുമായിട്ട് ശൃംഖലനം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ശൃംഖലനം ചെയ്യുന്നതാണ്, അതിനെ ശൃംഖലനം ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ പറയേണ്ടത്, ഇത് അർത്ഥപൂർണമായി നമ്മൾ ശൃംഖലനം ചെയ്യണം. ഇതിനെയാണ് അർത്ഥപൂർണ്ണ മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു പുതിയ അറിവിനെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലാകുമല്ലോ. അപ്പം നമുക്ക് ഒരു പുതിയ അറിവ് നമുക്ക് ഉൾക്കൊള്ളാൻ ഞങ്ങൾ പെട്ടെന്ന് കഴിയത്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ടീച്ചർ എന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട്, അപ്പോൾ അത് കഥാരൂപത്തിലോ പല രൂപത്തിലോ ടീച്ചർ കുട്ടികളെക്കിടയിൽ പറഞ്ഞു കൊടുക്കും. അപ്പം അവർ തങ്ങളുടെ ഉള്ളിലുള്ള ആ അറിവിലേക്ക് പുതിയ അറിവിനെ അർത്ഥപൂർണമായ ശൃംഖലനം ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് വിശദീകരണ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസർ വഴി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയെ ഉത്തേജിപ്പിക്കുകയോ ആവശ്യമെങ്കിൽ കൂടുതൽ സമ്പന്നമാക്കുകയോ ചെയ്യും. ഇത് ഏത് ഘട്ടത്തിലാണ് ചെയ്യുന്നത്, രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ വിശദീകരണത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ പുതിയ അറിവ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നിലവിലെ അറിവിലേക്ക് ഉള്ള അറിവ് അല്ലെങ്കിൽ ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണയിലേക്ക് പുതിയ കാര്യത്തെ വിജ്ഞാനത്തെ എന്ത് ചെയ്യണം, അർത്ഥപൂർണമായി ശൃംഖലനം ചെയ്യണം. അങ്ങനെ ഇങ്ങനെയാണ് വൈജ്ഞാനിക ഘടനയെ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തേജിപ്പിക്കണം. മനസ്സിലാവും, ഉത്തേജിപ്പിക്കണം. അങ്ങനെ ആവശ്യമെങ്കിൽ കൂടുതൽ സമ്പന്നവുമാക്കി തീർക്കണം. ഇതാണ് വിശദീകരണ രൂപത്തിലുള്ളത്, വിശദീകരണ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുകൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത തരത്തിൽ പോകും. ഇനി താരതമ്യ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസർ. മനസ്സിലാവും. അപ്പോൾ ഒന്ന് ഏതൊക്കെ തരത്തിലുള്ളത്, ഒന്ന് വിശദീകരണ രൂപത്തിലും മറ്റൊന്ന് താരതമ്യ രൂപത്തിലും. ഇനി താരതമ്യ രൂപത്തിലുള്ള ഓർഗനൈസറുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ധാരണകളെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുടെയും അടിസ്ഥാനപരമായ സാദൃശ്യമുള്ള, ശ്രദ്ധിക്കുക ഇവിടെ തെറ്റിപ്പോരുത്, നമ്മൾ വിശദീകരണ രൂപത്തിൽ എന്ന് വെച്ചാൽ നിലവിലുള്ള സ്ഥലത്തേക്ക് നിലവിലുള്ള ധാരണയിലേക്ക് പുതിയ ഘടകങ്ങളെ വിജ്ഞാനത്തെ അർത്ഥപൂർണ്ണമായി ശൃംഖലനം ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ശൃംഖലനം ചെയ്യുന്ന പുതിയ ധാരണകളെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് എന്തുള്ള സാദൃശ്യമുള്ള ധാരണകളോട് ഇണക്കിച്ചേർന്ന് എന്ന് വെച്ചാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി ദൃഷ്ടാന്തങ്ങളുടെ സഹായത്താൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. പുതിയ അറിവ് വെറുതെ ഒരു ബന്ധമില്ല, ബന്ധം ഓൾറെഡി ഉണ്ട്, നേരത്തെ അറിവും വേണം. പക്ഷെ ഇവിടെ എന്താ, അതുമായിട്ട് സാദൃശ്യം ഉണ്ടാവണം. നിലവിലുള്ള വൈജ്ഞാനിക അറിവിനെ അല്ലെങ്കിൽ വിജ്ഞാനത്തെ പോലെ എന്തെങ്കിലും സാദൃശ്യമുള്ള ആശയങ്ങളായിരിക്കണം നമ്മുടെ മുന്നിലുള്ളത്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, അർത്ഥപൂർണ്ണമായി ശൃംഖലനം ചെയ്യേണ്ടത്. ഇതിനെയാണ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു താരതമ്യ പഠനം. നമ്മൾ പല കാര്യത്തിലും താരതമ്യ പഠനങ്ങളൊക്കെ നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കുവാണ്. ഇന്റർനാഷണൽ മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ എടുത്ത് പഠിക്കുന്ന പേരേതാ, മഹാത്മാഗാന്ധിജിയെ പഠിക്കുന്ന അവസരത്തിൽ ഈ ധാരണ കുട്ടികൾക്ക് വ്യക്തമായിട്ട് എത്തണം. അപ്പം നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറയും ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല വഹിച്ച പങ്ക്, അത് ഓൾറെഡി കുട്ടികൾക്കറിയാം. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ശേഷം നെക്സ്റ്റ് അടുത്ത ഹയർ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇവർ എന്ത് ചെയ്യും, താരതമ്യപ്പെടുത്തും അല്ലെ, കമ്പയർ ചെയ്യിപ്പിക്കും. എങ്ങനെ, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി വഹിച്ച പങ്കിന് തുല്യമാണ് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വഹിച്ച പങ്ക്. ഇപ്പം ഇവരെ തമ്മിൽ എന്ത് ചെയ്യും, അപ്പോൾ പരമാവധി സാദൃശ്യമുള്ളവയാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതിനെയാണ് താരതമ്യ രൂപത്തിലുള്ള, മറ്റേ നമ്മൾ വിശദീകരണ രൂപത്തിലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഉള്ള അറിവിലേക്ക്
എന്ത് ചെയ്യും, പുതിയ വിജ്ഞാന ശകലങ്ങൾ അല്ലെങ്കിൽ ഉള്ള ധാരണ, പക്ഷെ നമുക്ക് അവിടെ ഒരു ധാരണ ഉണ്ടാവണം. ആ ധാരണയിലേക്ക് പുതിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യും, അർത്ഥപൂർണമായി ശൃംഖലനം ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിനെയാണ് വിശദീകരണ രൂപത്തിലുള്ളതും അതുപോലെ തന്നെ താരതമ്യ രൂപത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഞാൻ ഈ പറഞ്ഞ ആ എക്സാമ്പിൾ മാത്രം വെച്ചാൽ മതി, താരതമ്യം. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒന്നെങ്കിൽ വസ്തുതകളോ ധാരണകളോ ദൃഷ്ടാന്തങ്ങളോ ആണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടിക്ക് അതിനെക്കുറിച്ചൊരു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഗാന്ധിജിയുമായിട്ട് കമ്പയർ ചെയ്ത് നെൽസൺ മണ്ടേല, അതുപോലെ ചില അറിവുകളും ചില ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പ്രാഥമികമായും ആ കുട്ടിയുടെ വിജ്ഞാനശകലത്തെ സമ്പന്നപൂർണവുമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രാഥമിക ആശയങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത് അഡ്വാൻസ് ഓർഗനൈസറുകൾ. അത് ഏതെല്ലാം രൂപത്തിലായിരിക്കും, ധാരണ പോലെ ആവാം, അല്ലെങ്കിൽ വസ്തുതകൾ പോലെ ആകാം, ഇല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ, അങ്ങനെ പല ലെവലിലായിരിക്കും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രാഥമിക ആശയങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ, ഇതാണ് അഡ്വാൻസ് ഓർഗനൈസർ. മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ അഡ്വാൻസ് നമ്മൾ വെറുതെ നമ്മൾ ഏത് കാര്യവും ഇപ്പോൾ വിശദീകരണ രൂപത്തിലും പഠിക്കാമെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. വിശദീകരണ രൂപത്തിലും പഠിപ്പിക്കാം. അത് വെറുതെ നമുക്ക് കണ്ടെത്തൽ പഠനം മാത്രം നടത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതവർ അർത്ഥപൂർണമായിട്ട് അവർ മനസ്സിലാക്കണം. എങ്കിൽ ഈ വിശദീകരണ രൂപവും താരതമ്യ രൂപവും ഒക്കെ ക്ലാസ്സിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാവും. ഇല്ലാത്ത കുട്ടികളെ നമ്മൾ വൈജ്ഞാനിക സൈദ്ധാന്തികരൊക്കെ പറയുന്ന പോലെ കുട്ടികളെ എപ്പോഴും ഒരു കണ്ടെത്തലിൻ്റെ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പഠനം അത് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവിടെ ശരിയാകണമെന്നില്ല. അതാണ് നമുക്കിവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഡേവിഡ് എസ്ബൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് ഓർഗനൈസറുകളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി വരുന്ന അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ചില ധർമ്മങ്ങളുണ്ട്. അപ്പം അഡ്വാൻസ് ഓർഗനൈസറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ധർമ്മങ്ങളുണ്ട്. ഇതാണ് പുതിയ പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പ്രസക്തമായ മുന്നറിവുകളെ പഠിതാക്കൾക്ക് പുനഃസ്മരിപ്പിച്ചു കൊടുക്കണം. ഇത് ആരുടെ കടമയാണ്, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അധ്യാപകൻ്റെ. എന്ന് വെച്ചാൽ നമ്മൾ അറിയാം, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അധ്യാപിക വരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ പ്രീ റിക്വസ്റ്റിൻ്റെ പ്രാധാന്യം എത്രത്താണെന്നറിയാം. അതായത് നിങ്ങൾ പഠിച്ച വസ്തുക്കളുമായിട്ട് നമ്മൾ പുനഃസ്മരിച്ച് നോക്കും, നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഗാന്ധിജിയുടെ അഹിംസ എന്നറിയപ്പെടുന്ന സിദ്ധാന്തം, ഗാന്ധിജിയുടെ സത്യം എന്നറിയപ്പെടുന്ന സിദ്ധാന്തം, ഇങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ആ മുന്നറിവുകൾ അവയൊക്കെ തന്നെ നമ്മളൊന്ന് പുനഃസ്മരിച്ചു കൊണ്ട് ഇവിടെ എത്തിക്കണം. അതായത് പുതിയ ദേശീയ പ്രസ്ഥാനവാദികളിലേക്ക് വരുന്നതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധം സത്യാഗ്രഹം എന്നൊരു ആയുധമായിരുന്നു. ഈ ആയുധത്തിലൂടെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കിയത് എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ. ഇതുപോലെ പല അറിവുകളുമാകാം പല കാര്യഘട്ടങ്ങളിൽ. ഇതെല്ലാം നമ്മൾ കുട്ടികൾ മുന്നേ, അതായത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ അവർ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, പുനഃസ്മരിപ്പിക്കേണ്ടി വരും. അപ്പോൾ പുനഃസ്മരിപ്പിക്കുക എന്നത് ആരുടെ ഒരു ചുമതലയാണ്? അധ്യാപകരുടെ ചുമതലയാണ്. ഇനി പാഠ്യവസ്തുക്കളെ പുതിയതും പ്രാധാന്യപ്പെട്ടതുമായ കാര്യങ്ങളിലേക്ക് അവിടെ ശ്രദ്ധ തിരിക്കണം. അപ്പം നമ്മുടെ ചാപ്റ്റർ നമ്മളിങ്ങനെ ടോട്ടലിറ്റി നമ്മളൊരു പാഠഭാഗം പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ന ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്ര മേഖലയുമായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മളവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്യൂസുകളെ കുറിച്ചോ പീഠഭൂമികളും ഭൂഖണ്ഡങ്ങളും ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ പീഠഭൂമികളുടെ അതിലേക്ക് ശ്രദ്ധ തിരിക്കണം. എങ്ങനെയാണ് പീഠഭൂമികൾ രൂപം കൊണ്ടത്, നിങ്ങൾ പീഠഭൂമികളുടെ പ്രാധാന്യം എന്താണ്, അല്ല ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടെത്തിക്കണം കുട്ടികളെ. ഇനി അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മറ്റും ഊന്നൽ നൽകുക വഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം അവരുടെ നിലവിലെ വൈജ്ഞാനിക ഘടന സുസംഘടിതമാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്, താൻ അവതരിപ്പിക്കുന്ന ആശയം എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ആ ബന്ധത്തിന് ഊന്നൽ നൽകണം. ഊന്നൽ നൽകുന്ന വെച്ചാൽ കൂടുതൽ കുട്ടികൾക്ക് പുനഃസ്മരിക്കുന്നതിനും അതിനെ തൻ്റെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയായിട്ട് സുസംഘടിതമാക്കുന്നതിന് അവസരം നമ്മൾ കൊടുക്കണം. വെറുതെ അവരങ്ങനെ വെറുതെ പുനഃസ്മരിക്കുകയോ ഇവർ നിലവിലുള്ള വൈജ്ഞാനിക ഘടനകളിലേക്കോ ഒരു കൂട്ടിച്ചേർക്കുകയൊന്നും ചെയ്യത്തില്ല. അതിന് നമ്മൾ അവസരങ്ങൾ പരമാവധി കൊടുക്കണം. ഇനി പറയുന്ന കാരണങ്ങളാൽ പഠനവും സ്മരണയും എളുപ്പമായി തീരുന്നു. നമുക്കറിയാലോ, പഠനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സ്മരിക്കുക, ഓർമ്മ നിലനിർത്തുക എന്നുള്ളത്. കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറക്കും. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠം അടുത്ത ഭാഗത്ത് പഠിക്കുന്നുണ്ട്. മറവിയുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്ന എബിൻ ഹസ് ആണ്. ആരാണ്? എബിൻ ഹസ്. നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്മരണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പഠന പ്രക്രിയയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാണ്.
ഇവിടെ പറയുന്നത് അല്ലാതെ മുൻ പാഠഭാഗങ്ങൾ പഠിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ പുനഃപരിശോധിക്കുകയും അവയിൽ നിന്ന് പ്രസക്തമായ പുതിയ ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തുകയും വഴി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് മുന്നേ നമ്മൾ എന്താണോ പഠിച്ചു വച്ചിരുന്നത് ആ ഭാഗങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കണം, ഇല്ലെങ്കിൽ പുനഃസ്മരിക്കണം. അതൊക്കെ ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ റോളാണ് അല്ലേ. പുനഃസ്മരിക്കുകയും ആവശ്യം പ്രസക്തമായ പുതിയ ഭാഗങ്ങൾ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ ക്ലാസ്സിൽ, അതുമായിട്ട് എന്ത് ചെയ്യണം, ഒരു ബന്ധപ്പെടുത്തി അർത്ഥപൂർണമായിട്ട് ധാരണയിൽ എത്തിച്ചേർക്കുകയും ചെയ്യണം. മനസ്സിലാകുന്നു. അടുത്ത പറയുന്നത് പുതുതായി പഠിക്കാനുള്ള പാഠഭാഗത്തെ ഒന്നാകെ കണ്ട് ബാക്കിയുള്ള അറിവുകൾ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഒരു താങ്ങ് തട്ട് സ്കഫോൾഡ് ആയി വർത്തിക്കുകയും വേണം. ആരാ താങ്ങ് തട്ടായി വർത്തിക്കേണ്ടത്? ഈ പുതുതായി പഠിക്കുന്ന പാഠഭാഗത്തെ ഒന്നാകെ കണ്ട്, പുതുതായിട്ട് നമ്മൾ എന്താണോ പഠിക്കുന്നത് ഒന്നാകെ കണ്ട് ബാക്കിയുള്ള അറിവുകൾ ഉൾക്കൊള്ളാൻ പാകത്തിൽ, അതായത് പുതിയതായിട്ട് നമ്മൾ ഉള്ള അറിവിലേക്ക് പുതിയ അറിവിനെ കൂട്ടി യോജിക്കാൻ കഴിയുന്ന ഒരു താങ്ങ് തട്ടായിട്ട് വർത്തിക്കണം ഈ പഴയ അറിവുകൾ. രണ്ടുപേരും കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മുടെ വൈജ്ഞാനിക ഘടന സമ്പന്നമാകത്തുള്ളൂ. സോ അറിവുകൾ ഉൾക്കൊള്ളാൻ പാകത്തിൽ, അഥവാ പുതിയ അറിവുകളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഒരു താങ്ങ് തട്ടായി വർത്തിക്കണം. അടുത്തത് വിവരങ്ങൾ സംസ്കരിച്ച് വൈജ്ഞാനിക ഘടനയുടെ സംഘാടനം സ്ഥിരമായുള്ളതും വ്യക്തവുമാക്കുന്നത് മൂലം മനഃപ്പാഠമാക്കുന്ന പ്രവണത ഒഴിവാക്കാൻ ഇത് ആരെ സഹായിക്കുന്നു? പഠിതാക്കൾ. നമുക്കറിയാലോ ഡേവിഡ് ഹസ്ബൽ കൊണ്ടുവന്ന ഈ വിശദീകരണ രൂപം, അതുപോലെ തന്നെ താരതമ്യ പഠനം, അർത്ഥപൂർണമായ ഭാഷാ പഠനം ഒക്കെ തന്നെ നിരവധി സൈദ്ധാന്തികരുടെ വിമർശനങ്ങൾ വഴിതെളിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരങ്ങൾ സംസ്കരിച്ച് വൈജ്ഞാനിക ഘടനയുടെ സംഘാടനം, വിവരങ്ങൾ സംഘടിപ്പിച്ച് വൈജ്ഞാനിക ഘടനയുടെ സംഘാടനം സ്ഥിരമുള്ളതാക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചർ സ്ഥിരം മാറ്റുക. അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് ധാരണ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ എന്താണോ പഠിച്ചത് അതിനൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ മനഃപ്പാഠമാക്കത്തുണ്ടല്ലോ നമ്മൾ, ഇല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുപോലും മനസ്സിലാവാതെ വെറുതെ കാണാപ്പാഠം പഠിച്ചു വയ്ക്കുന്നു. ഇതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ മനഃപ്പാഠമാക്കുക എന്നുള്ള ആ ഒരു ധാരണ നമ്മളിൽ നിന്നും എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങുന്നു എന്നുള്ള. അപ്പോൾ ഇദ്ദേഹം പറയുക ഡേവിഡ് ഹസ്ബലിൻ്റെ തിയറിയിൽ അതേ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, നമ്മുടെ നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക്, നിലവിലെ പഠിച്ച നമ്മുടെ വിജ്ഞാന ശകലങ്ങളിലേക്ക് പുതിയ ആശയത്തെ ഗ്രഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. ആ കഴിവ് എങ്ങനെ ഉണ്ടാകുന്നേ? അതിന് സഹായിക്കുന്ന ഒരുപിടി അഡ്വാൻസ് ഓർഗനൈസറുകളുണ്ട്. ഇവയെ നമ്മൾ അർത്ഥപൂർണമായി നമ്മുടെ ധാരണയോട്, പിന്നെ ഇതെന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നല്ല ധാരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ പുതിയ അറിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? സ്വാംശീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പുതിയ പാഠഭാഗങ്ങളും പഴയ, അതായത് പഠിച്ച കാര്യങ്ങളുമായിട്ട് നമ്മളൊരു താങ്ങ് തലം പോലെ പുതുതായി എത്തിക്കുന്നവരോടൊപ്പം തന്നെ നിൽക്കുകയും വേണം. മനസ്സിലായല്ലോ. സോ ഇനി വരുന്ന ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമയോജനവുമാണ് എന്ത് ചെയ്യുന്നത്? സമായോജനം കേട്ടോ, സമായോജനം ആണോ എന്നില്ല, യോജനം എന്ന് നിങ്ങൾ വായിക്കണം കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചു തരാൻ ടീച്ചർ. ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴി, അതായത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൗൺസിലേഷൻ. ഇൻ്റഗ്രേറ്റീവ് എന്നുള്ള വേർഡിൻ്റെ മലയാളമാണ് ഉദ്ഗ്രഥനം. ഒന്നുകൂടി, പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൗൺസിലേഷൻ, അല്ലെങ്കിൽ ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ്. ക്രമാനുഗത വിശ്ലേഷണവും അതുപോലെ തന്നെ സമായോജനവും. നമ്മൾ സമായോജനം എന്നാണ് കേട്ടോ, അവിടെ അങ്ങനെ വായിക്കേണ്ട. സമായോജനം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി എന്താണ് ഈ ക്രമാനുഗത വിശ്ലേഷണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ഡേവിഡ് ഹസ്ബലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തിലേക്ക് ഒരു കുട്ടി എത്തിച്ചേരണമെങ്കിൽ ഇത്തരത്തിലുള്ള നിശ്ചിതമായ നിരവധി ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകണം. അതിൻ്റെ ഒരു അവസാന ഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞെത്തുന്നത്. ഏതാ? ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും. ഇനി അർത്ഥപൂർണമായ ഭാഷാപര പഠനത്തിൽ അന്തർഭവിച്ചിട്ടുള്ള 2 തത്വങ്ങളെക്കുറിച്ച് ഹസ്ബൽ പറയുന്നു. അർത്ഥപൂർണമായ ഭാഷാ പഠനമാകണമെങ്കിൽ അതിൽ 2 തത്വങ്ങൾക്ക് അധിഷ്ഠിതമാണ്. അപ്പോൾ അത് ഏതൊക്കെ പറയുന്നത്? ഒന്ന്, അവ ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവുമാണ്. ഒന്ന് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വിശദീകരണ രൂപത്തിലോ താരതമ്യ രൂപത്തിലോ ഒക്കെ ഉള്ള പഠനത്തിലൂടെ നമ്മൾ നിലവിലെ വൈജ്ഞാനിക ഘടനയെ സമ്പന്നമാക്കിയെങ്കിൽ അത് എന്തും കൂടി അവിടെ ആവശ്യമാണ്. ക്രമാനുഗതമായ വിശ്ലേഷണത്തിലൂടെയും ഉദ്ഗ്രഥനം വഴിയിലൂടെയുമാണ് നമ്മൾ അർത്ഥപൂർണമായ ഭാഷാ പഠനത്തെ സ്വീകരണത്തിനായി വിജ്ഞാന ശകലങ്ങൾ പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ക്രമം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലേണറിൻ്റെ മുന്നിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ വെച്ച് കൊടുക്കും.
നമ്മൾ പറഞ്ഞില്ല താരതമ്യ രൂപത്തിൽ പോയി. ഈ ദൃഷ്ടാന്തങ്ങൾ മീൻസ് ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങളിലൂടെയാണ് അവൻ തൻ്റെ വിജ്ഞാന ശകലങ്ങളിലേക്ക് പുതിയ അറിവിനെ സ്വാംശീകരിക്കുന്നത്. അപ്പോൾ സ്വീകരണത്തിനായി വിജ്ഞാന ശകലങ്ങൾ പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ട പാലിക്കേണ്ട ക്രമത്തെയാണ് നമ്മൾ ഈ ക്രമാനുഗത വിശ്ലേഷണം ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശാലമായ ആശയമാണ് ആദ്യം അവതരിപ്പിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ആര് പറഞ്ഞു? ഡേവിഡ് ഓസ്ബൽ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ ദൃഷ്ടാന്തം കൊടുക്കത്തില്ലായോ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ജനറലൈസേഷൻ ആയിട്ടുള്ള ഒരു നിഗമന രൂപത്തിൽ ഒരു പൊതുവിലുള്ളൊരു ദൃഷ്ടാന്തമാണ് അവന് കൊടുക്കേണ്ടത്. ഇതിൽ നിന്നാണ് അവൻ പർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ വിശാലമായ ആശയമാണ് ആദ്യം അവതരിപ്പിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ നോക്കുക എന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ സൂക്ഷ്മമായ പാഠ്യവസ്തുക്കൾ ക്രമാനുഗതമായി അവതരിപ്പിക്കേണ്ടതെന്നും സൂചിപ്പിച്ചു. അപ്പോൾ എന്ന പ്രകടനം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം ഫസ്റ്റ് പഠിച്ച ഭാഗത്തിലേക്ക് ഒന്നും കൂടെ നോക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു എന്ന് വെച്ചാൽ എങ്ങനെ പഠിച്ചത്? സാമാന്യമായൊരു നമ്മൾ ഫസ്റ്റിലി പഠിച്ച ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ സാമാന്യമായ പൊതുവാശയം, നിഗമന രൂപം, അതിലേക്ക് ഒന്നുകൂടി നോക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കണം. എന്ന പ്രകരണം നോക്കുക. അന്ന് ആര് പറഞ്ഞു? ഡേവിഡ് ഓസ്ബൽ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ സൂക്ഷ്മമായ പാഠ്യവസ്തുക്കൾ ക്രമാനുഗതമായി അവതരിപ്പിക്കേണ്ടതെന്നും സൂചിപ്പിച്ചു. അപ്പോൾ അതുമായിട്ട് നമ്മളിവിടെ ക്രമാനുഗത വിശ്ലേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പുതിയ ആശയത്തെ ഗ്രഹിക്കുന്ന സമയത്ത് അവൻ്റെ മുന്നിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പിടി ദൃഷ്ടാന്തങ്ങളാണ്. അത് വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം ഒരു ജനറലൈസേഷൻ ആയിട്ടുള്ളൊരു പിക്ചറൈസേഷൻ അവനക്ക് ഈ ദൃഷ്ടാന്തത്തിൽ നിന്നും അവന് ലഭ്യമാകണം. അതിനുശേഷം എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ സൂക്ഷ്മമായ പാഠ്യവസ്തുക്കൾ, ആ ഒരു വിജ്ഞാന ശകലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ സൂക്ഷ്മമായ പാഠ്യവസ്തുക്കൾ ക്രമാനുഗതമായി അവതരിപ്പിക്കുകയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിശാലമായിട്ടുള്ള പാഠ്യവസ്തുക്കൾ വേണം ആരുടെ മുന്നിൽ കൊടുക്കാൻ? ഈ കുട്ടികളുടെ മുന്നിൽ കൊടുക്കാൻ. അവതരിപ്പിക്കുകയാണ് നമ്മൾ ക്രമാനുഗത വിശ്ലേഷണത്തിൽ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുള്ളൂ. എന്ന് വെച്ചാൽ പുതിയ ശകലങ്ങളെ, ആശയങ്ങളെ നമ്മൾ പഠിച്ച പീർ റിക്വസ്റ്റുമായിട്ട് കൂട്ടിയോജിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട അതിൽ പാലിക്കേണ്ട ക്രമങ്ങളാണ് ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനവും. മനസ്സിലാവുന്നല്ലോ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സെക്കൻഡ്, ഇനി ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം. നമ്മളിതാണ് പഠിക്കേണ്ടത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൗൺസിലേഷൻ. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൗൺസിലേഷൻ എന്നുള്ളതാണ് മലയാള പദം. ഇനി ഉദ്ഗ്രഥനം വഴി, അപ്പോൾ രണ്ട് തലത്തിലുണ്ട്. ഉദ്ഗ്രഥനവും ഉണ്ട്, ക്രമാനുഗത വിശ്ലേഷണവും ഉണ്ട്. അപ്പോൾ ഉദ്ഗ്രഥനം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതായത് നമ്മുടെ മുന്നിൽ ഉദ്ഗ്രഥനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുമാണ്: ഒരു കുട്ടിയുടെ മുന്നിലേക്ക് പുതിയ ഒരു വിജ്ഞാനത്തെ, ആശയത്തെ കുട്ടി ഉൾക്കൊള്ളണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിരവധി സാമാന്യവൽക്കരിച്ച് കാണിക്കപ്പെടും. നിരവധി ദൃഷ്ടാന്തങ്ങളിലൂടെ ഒരു നിഗമനത്തിൽ അവൻ എത്തിച്ചേരും. ഡിഡക്റ്റീവ് നിഗമന രൂപത്തിലേക്ക് അവൻ എത്തിച്ചേരും. അതിന് ഒരുപാട് മെറ്റീരിയൽസുകൾ ആവശ്യമാണ്. അതുകൊണ്ട് വളരെ സമ്പന്നമായ ഒരുപാട് മെറ്റീരിയൽസുകൾ നമ്മൾ അവരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഡേവിഡ് ഓസ്ബൽ പറയുന്നത്. ഇനി ഉദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ പുതിയ ധാരണകളെയും വിവരങ്ങളെയും ബോധപൂർവം മുന്നറിവുമായി ശൃംഖലം ചെയ്യുന്ന പ്രക്രിയ. അപ്പോൾ പുതിയ ധാരണകളെ ബോധപൂർവം നമ്മുടെ മുന്നറിവുമായിട്ട് ശൃംഖലനം ചെയ്യുന്ന പ്രക്രിയയാണ് ഉദ്ഗ്രഥനം. ഉദാഹരണമായി ഗണിതത്തിൽ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ ക്രമമുണ്ട്. നമുക്കറിയാലോ. നമ്മൾ ആ തുടക്കത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? പ്ലസ് ആണ് പഠിപ്പിക്കുന്നത് അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വരുന്നത് നമ്മൾ വ്യവകലനം പഠിപ്പിക്കും. ആദ്യം സങ്കലനം, വ്യവകലനം, പിന്നെ ഗുണനം, ഹരണം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത്. സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. ഈ ഓർഡറിലല്ലാതെ നമ്മൾ ആദ്യം ഹരണം പഠിപ്പിച്ചിട്ടല്ലല്ലോ ഗുണനമൊന്നും പഠിപ്പിക്കുന്നത്. ഈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനൊരു തുടർക്രമമുണ്ട് അല്ലേ? ഇവയിൽ ഓരോന്നിനും ലഭിക്കുന്ന നിപുണ പഠനം തുടർന്നുള്ള തൻ്റെ ഓരോ പ്രശ്നങ്ങളിലേക്കും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ഓരോ കാൽക്കുലേഷനും നമുക്ക് വളരെ അഭികാമ്യമായിരിക്കും. ഏതെങ്കിലും ഒരു പഠിതാവിന് ഏതെങ്കിലും ഒരു സംശയമുണ്ട്, എന്തെങ്കിലുമായിട്ട് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ വിശദമാക്കി ഗ്രഹണം ഉറപ്പുവരുത്തണം. ആർക്ക്? ഈ പാഠ്യവസ്തുവിനോട് പഠിതാവിനുള്ള സംശയം വിശദമായി തന്നെ അവൻ ഗ്രഹിക്കണം. അവൻ്റെ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി കുറവാണെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ അവനിലേക്ക് എത്തിച്ചേരത്തില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഉദ്ഗ്രഥനം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ധാരണയെ നമ്മൾ പഠിച്ചുവെങ്കിൽ അത് മുന്നറിവുമായിട്ട് ബോധപൂർവം എന്ത് ചെയ്യണം? അതിനെ ശൃംഖലനം ചെയ്യണം.
എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പിന്നെ നമ്മളെ സങ്കലനവും പിന്നെ വ്യവകലനവും ഗുണനവും ഹരണവും ഒക്കെ അതിനെ ക്രമമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രഹണത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ മീൻസ് ആശയഗ്രഹണം, അതാണ് ഈ ഗ്രഹണത്തിനും സഹായിക്കും. ഓരോന്നിൻ്റെയും ആശയഗ്രഹണത്തിന് സഹായിക്കും എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഒരു പുതിയതായിട്ടൊരു വലിയ മാത്തമെറ്റിക്കൽ പ്രോബ്ലം അവൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം അവന് ഗുണനവും ഹരണവും ഒന്നും പഠിക്കാതെ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പിന്നെ നമ്മൾ സങ്കലനം പഠിക്കാതെ നമ്മൾ ഹരണത്തിലോട്ടൊന്നും എത്തിച്ചേരത്തില്ല. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു പുതിയൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പഠിക്കുന്നു. അതിനാണ് നമ്മൾ ഈ എന്ത് ഉദ്ദേശിക്കുന്നപ്പോൾ വിശദമായി കുട്ടി എന്തറിവ് പഠിച്ചാലും അതിനെ ഗ്രഹണം ചെയ്യണം. അതിനുള്ളൊരു കഴിവ് കുട്ടി ഉണ്ടാക്കിയെടുക്കണം. അല്ല, ഗ്രഹണം നടന്നു എന്ന് ആരും ഉറപ്പ് വരുത്തുകയും വേണം. തൻ്റെ അധ്യാപികമാർ തൻ്റെ കുട്ടി താൻ പഠിച്ച മാത്തമെറ്റിക്കൽ പ്രോബ്ലം പഠിപ്പിച്ചു, ഇത് അവന് വ്യക്തമായിട്ട് മനസ്സിലായോ അല്ലെങ്കിൽ ഗ്രഹിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കുകയും കൂടി വേണം. അല്ലാതെ വെറുതെ അവൻ്റെ കാണാപ്പാടം എഴുതി വെച്ചു അങ്ങനെ ചെയ്താലും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാര്യം നമ്മളൊരു മാത്തമെറ്റിക്സ് പ്രോബ്ലം പഠിച്ചു, അത് നമ്മൾ മനപ്പാടമാക്കി വെച്ച് പഠിച്ചു, എന്നാൽ മറ്റൊരു അവസരം വന്നു എനിക്ക്. അപ്പോൾ വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യും? ഞാൻ മനപ്പാടമാക്കി വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്കിതിനെ സോൾവ് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം ഞാൻ പഠിച്ചത് ഗ്രഹിച്ചാണോ പഠിച്ചത്? ഇല്ല. ആശയഗ്രഹങ്ങൾ ധാരണയ്ക്ക് അടിസ്ഥാനമായിട്ടാണോ ഞാൻ പഠിച്ചത്? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ, അതായത് നമ്മൾ പഠിച്ചു അവിടെ വെച്ച് എന്താണ് നമ്മൾ മനപ്പാടമാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ പഠിച്ചത് അവിടെ വെച്ച് മറക്കും. പിന്നെ അത് മറ്റൊരു അവസരത്തിൽ ഉപയോഗപ്രദമായിട്ടുള്ള അവസരത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ ഗ്രഹിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചാലോ ഏതൊരു അവസരത്തിലും ഈ പ്രോബ്ലംസ് നമുക്ക് ദൂരീകരിക്കാൻ കഴിയും. മനസ്സിലാവും. അപ്പോൾ വിശദമായ ഗ്രഹണം ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ തുടർന്നുള്ള പഠനം വളരെയധികം പ്രയാസകരമാകും. നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി ഓരോ പാഠ്യാംശവും നമ്മൾ എന്ത് ചെയ്യണം? ഇണക്കി ചേർക്കുക, അല്ലെങ്കിൽ ഉദ്ഗ്രഥനമാണ് അതിനുള്ള മാർഗം. അതായത് നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന എന്താശയത്തെയും നമ്മൾ വളരെയധികം അർത്ഥപൂർണമായി ഗ്രഹിക്കണം. ഗ്രഹിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പുതിയ വിജ്ഞാന ശകലങ്ങളുമായിട്ട് ശൃംഖലനം ചെയ്യാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നു? അതല്ല എങ്കിൽ പുതിയതായിട്ട് ഇപ്പം നമ്മൾ പഠിച്ചൊരു കാര്യം, ഒരു മാത്തമാറ്റിക്സിൽ പ്രോബ്ലം പഠിക്കാൻ പോവാണ്, അങ്ങനെ വരുമ്പോൾ നമുക്കതിൽ ഒന്നും അറിയാതായിപ്പോൾ. കാര്യം നമ്മൾ ഓൾറെഡി ഒരു സങ്കലനത്തെക്കുറിച്ചോ ഹണ്ണത്തെക്കുറിച്ചോ സ്ക്വയർ റൂട്ട് ഒന്നും പഠിക്കാതെ പുതിയതായിട്ടൊരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ് ഒരു കുട്ടി. ആ കുട്ടിക്ക് പുതിയതായിട്ട് കിട്ടുന്ന പ്രോബ്ലത്തെ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, സോൾവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ പഠിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ വിശദീകരണത്തിൽ പഠിപ്പിക്കാം, പക്ഷെ നമ്മൾ എങ്ങനെയാണോ അതിനെ ഉൾക്കൊള്ളുന്നത്, ടീച്ചർ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ഇതനുസരിച്ചിരിക്കും. മനസ്സിലാവുന്നല്ലോ? അതിനെ പറയുന്ന പേരാണ് ഉദ്ഗ്രഥനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നെക്സ്റ്റിന് വിവിധ പാഠ്യാംശങ്ങളെ ഉറപ്പോടെ ചങ്ങലക്കിടാനുള്ള, ചങ്ങലക്കിടുക എന്നുള്ളതാണ് ഈ നങ്കുരമിടലിൻ്റെ ധർമ്മം. നമ്മൾ പറഞ്ഞല്ലോ, സംഭരിക്കൽ, പിന്നെ ഉൾക്കൊള്ളൽ, നങ്കുരമിടൽ. സംഭരിക്കൽ, അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്നു, സംഭരിക്കുന്നു, നങ്കുരമിടുന്നു. അപ്പോൾ ഇവിടെ വിവിധ പാഠ്യാംശങ്ങളെ ഉറപ്പോടെ ചങ്ങലക്കിടാനുള്ള അല്ലെങ്കിൽ നങ്കുരമിടലിൻ്റെ ധർമ്മം. അപ്പം നമ്മൾ പഠിച്ച വിവിധ പാഠ്യാംശങ്ങളുണ്ടല്ലോ, അവയെല്ലാം തന്നെ ഒരു ചങ്ങലക്കിടുക, അതാണ് എന്തിൻ്റെ ധർമ്മം എന്നറിയപ്പെടുന്നത്? ഈ നങ്കുരമിടലിൻ്റെ ധർമ്മം. ഇനി അഡ്വാൻസ് ഓർഗനൈസർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ ധർമ്മം ആരേറ്റെടുക്കുന്നു? നമ്മുടെ അഡ്വാൻസ് ഓർഗനൈസറാണ്. അതുവഴി പുതിയ അനുഭവങ്ങളുടെ അപരിചിതത്വം നമുക്ക് എന്നേക്കുമായിട്ട് മാറി അതുമായി പൊരുത്തപ്പെട്ട്, അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെടുമെന്ന് വെച്ചാൽ കുട്ടി പുതിയ പാഠ്യവസ്തുവുമായിട്ട് സമായോജനം, റീകൺസിലേഷൻ, സമായോജനത്തിൽ കൈവരിക്കാൻ പഠിതാവിന്. ഇതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉദ്ഗ്രഥനം വഴി എങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പോൾ ഉദ്ഗ്രഥനം വഴി പഠിക്കുന്നു. ഉദ്ഗ്രഥനം വഴി പഠിച്ച വസ്തുക്കളെ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷനിലൂടെ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം വഴിയും ക്രമാനുഗത വിശ്ലേഷണം. ക്രമാനുഗത വിശ്ലേഷണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം അർത്ഥമാക്കുക, ജനറലൈസ് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ കുട്ടിക്ക് കിട്ടി, അവൻ അതിൽ നിന്ന് സൂക്ഷ്മമായിട്ട് പോകും. മനസ്സിലാവും? അതിനാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ ക്രമാനുഗത വിശ്ലേഷണം എന്നറിയപ്പെടുന്നത്. ഉദ്ഗ്രഥ പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? നമ്മൾ പഠിച്ച വസ്തുവിനെ, അല്ല നമ്മൾ പഠിക്കുന്ന എന്ത് പഠിച്ചാലും അതിനെ ആശയത്തോടു കൂടി ഗ്രഹിക്കാനുള്ള അറിവ്. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ മറ്റൊരു അവസരത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അറിയാതെ വരും. അപ്പോൾ ഇവിടെ പാഠ്യാംശങ്ങൾ ഉറപ്പോടെ ചങ്ങലക്കിടാനുള്ള നങ്കുരത്തിൻ്റെ ധർമ്മം അഡ്വാൻസ് ഓർഗനൈസർ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു. അതുവഴി പുതിയ അനുഭവങ്ങളുടെ അപരിചിതം, നമുക്കറിയില്ല, പുതിയ അനുഭവങ്ങൾ പുതിയതായിട്ട് ക്ലാസ്സിൽ ടീച്ചർ എന്ത് പഠിപ്പിച്ചാലും നമുക്കൊരു പുതിയ അനുഭവമാണ്. അപ്പം നമുക്കിതൊരു അപരിചിതത്വം ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് അപരിചിതത്വം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് കൊണ്ട് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെ അപരിചിതത്വം എന്നേക്കുമായിട്ട് മാറ്റിയെടുക്കുക. അത് നിങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടാത്ത കാര്യങ്ങളല്ല, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇതിനൊക്കെ അവൻ്റെ പെട്ടെന്ന് തന്നെ വരും, എനിക്ക് ഓൾറെഡി അറിയാം, ഇനി ഞാൻ പുതിയതായിട്ടൊന്നും, അപ്പോൾ അവൻ്റെ ഒരു കോൺഫിഡൻസും കൂടെ കിട്ടും എന്നതാണ്. അങ്ങനെ നമ്മൾ ആ പുതിയ ആശയവുമായിട്ട് സമായോജനത്തിൽ ഏർപ്പെടാൻ ആർക്ക് കഴിയണം? പഠിതാവിന്
കഴിയേണ്ടതാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേവിഡ് അസ്വെല്ലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡേവിഡ് അസ്വെൽ അവതരിപ്പിച്ച അർത്ഥപൂർണമായ ഭാഷാപഠനം വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓരോ ഘടകങ്ങളുണ്ട്. അതിൽ നമ്മൾ എടുത്തു പഠിച്ച ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഏതെല്ലാം തലത്തിലൂടെയാണ് തൻ്റെ അർത്ഥപൂർണമായ ഭാഷാ പഠനം കുട്ടികളിലേക്ക് എത്തിച്ചത്. അവിടെ ആദ്യം തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ടെത്തൽ പഠനമാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടെത്തൽ പഠനമാണ് അല്ലെ തുടക്കത്തിൽ അസ്വെൽ പറഞ്ഞത്, കണ്ടെത്തൽ പഠനം. കണ്ടെത്തലിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്, ഭാഷാപര പഠനവും കണ്ടെത്തൽ പഠനവും. ഭാഷാപര പഠനം, കണ്ടെത്തൽ പഠനം. ഇത് ഈ കണ്ടെത്തൽ പഠനവും ഭാഷാപര പഠനവും ഒക്കെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും ബ്രൂണറിനെ തള്ളിക്കളഞ്ഞില്ല. പക്ഷെ എന്താണോ പഠിക്കുന്ന കാര്യം അതിനെ ക്ലാസ് റൂമിൽ വെച്ച് കണ്ടെത്തി ധാരണയോടുകൂടി പഠിക്കണം. അതിനാണ് അദ്ദേഹം ആര് പറഞ്ഞത്, ഡേവിഡ് അസ്വെൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താ പറയുന്നത്, എന്ത് ധാരണയും നമ്മൾ പഠിക്കുന്നത് അർത്ഥപൂർണമായിട്ട് നിലവിലുള്ള വിജ്ഞാന ഘടനയുമായിട്ട് ശൃംഖലനം ചെയ്യണം. അതിന് അദ്ദേഹം പറഞ്ഞു വിശദീകരണം അഥവാ സ്വീകരണ പഠനം, അതുപോലെ തന്നെ കാണാപാഠമാക്കലും, എക്സ്പോസിറ്ററി ഓർ ദ റിസപ്ഷൻ ലേണിംഗ് ഓർ ദ റോട്ട് ലേണിംഗ്. അവിടെ അപ്പം നമുക്ക് കാണാപാഠമാക്കലിന് അദ്ദേഹം ഗൃഹസ്ഥമാക്കലിനൊന്നും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്നുകൂടി പോവുകയാണ്. ഇനി മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്, മീനിങ് വെർബൽ ലേണിംഗ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചില അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആ അടിസ്ഥാന ഘടകങ്ങളിലൂടെ മാത്രമേ നമ്മുടെ നിലവിലുള്ള വിജ്ഞാന ഘടന എന്ത് ആകത്തുള്ളൂ, ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആകത്തുള്ളൂ, സമ്പന്നമാവത്തുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ മാപ്പിംഗ് എന്ന് വെച്ചാൽ ഭൗതിക ഭൂപഠന രൂപീകരണം അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്, സാധ്യമാക്കി കൊടുക്കണം. അപ്പോൾ വിജ്ഞാനശരങ്ങളെ ഭാഷാപരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അധ്യാപകൻ വാക്കുകൾ നിപുണമായി പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു ഈ വിശദീകരണ രൂപത്തിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ട് പോകാൻ കഴിയും. പക്ഷേ അധ്യാപകൻ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു, കുട്ടികൾ അത് ഏത് ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കുന്നു, ഇതാണ് നമുക്കിവിടെ വേണ്ടിയിട്ടുള്ളത്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഈ ആശയത്തെ സംബന്ധിച്ച ബഹുമുഖമായ കാഴ്ചപ്പാടുകൾ അഥവാ മൾട്ടി ഡയമെൻഷൽ പെർസ്പെക്റ്റീവ്, അതാണ് ബഹുമുഖമായ കാഴ്ചപ്പാടുകൾ സൂചിപ്പിക്കുന്നത്. അത് വ്യത്യസ്ത വ്യക്തികളിൽ ഞാൻ പറഞ്ഞു ഇതാ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആശയം പഠിപ്പിച്ചു, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന പോലെയല്ല എൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരു കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ ആയിരിക്കും ഒരു ആശയവും ആ ബിംബരൂപത്തിൽ ഒരു കുട്ടിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിലായിരിക്കും അല്ലേ. ഇപ്പോൾ പരസ്പര വിരുദ്ധമാകണമെന്നുമില്ല. അപ്പോൾ ഓരോ വ്യക്തിയും വ്യക്തമായ വീക്ഷണഗതി ഉണ്ടായിരിക്കണം എന്തിനെക്കുറിച്ച്, തൻ്റെ ഈ പാഠഭാഗത്തേക്ക്. കാരണം ഓരോ വ്യക്തിയുടെയും ചിന്തനത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്, ഡേവിഡ് അസ്വെൽ കൊണ്ടുവന്ന അഡ്വാൻസ്. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ, ഇതൊരു വസ്തുതയോ ധാരണയോ ഒക്കെയാണ് അഡ്വാൻസ് എന്ന് വെച്ചാൽ നമ്മൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രാഥമിക അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത് അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ ഇണക്കി ചേർക്കുന്നു എന്ന് പറഞ്ഞല്ലോ, പുതിയ നമ്മുടെ വൈസർക്ക് ഘടനയിൽ. അതിന് പറയുന്ന പേരാണ് സബ്സ്യൂമർ അഥവാ സംഭരണി എന്ന സംജ്ഞ. അപ്പോൾ കൂടുതൽ അത് വ്യക്തികൾ പുതിയ വിവരങ്ങളെ കോഡ് രൂപത്തിലാണ് സ്വീകരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ കോഡുകൾ സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള കോഡിംഗ് സിസ്റ്റത്തിന് മുകളിലുള്ള ആശയത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്, സബ്സ്യൂമർ അഥവാ സംഭരണി എന്ന് വിളിച്ചത്. അപ്പോൾ കോഡ് രൂപത്തിന് മുകളിലുള്ള ആശയത്തെ അദ്ദേഹം എന്താ വിളിച്ചത്, സബ്സ്യൂമർ അഥവാ സംഭരണി എന്നാണ് വിളിച്ചത്. അപ്പോൾ ആശയത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നത്, കോഡ് രൂപത്തിലാണ് സ്വീകരിക്കുന്നത്. ഇനി പഠനം എങ്ങനെയാണ്, ക്രമാനുഗത വിശ്ലേഷണത്തിലും പിന്നെ ഉദ്ഗ്രഥ പഠനത്തിലും. ക്രമാനുഗത വിശ്ലേഷണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞതാണ് നമ്മൾ ആ ലാസ്റ്റ് പ്രകരണത്തിൽ നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിഗമന രൂപം എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള ഒരു ആശയത്തിലൂടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഘടകത്തിലേക്ക് കടക്കുന്നു, അതാണ് ക്രമാനുഗത വിശ്ലേഷണം. മനസ്സിലാവുന്നല്ലോ. ഇങ്ങനെയായിരിക്കും പാഠ്യവസ്തുക്കൾ കുട്ടികളിലേക്ക് എത്തിച്ചേരേണ്ടതെന്നും ഡേവിഡ് അസ്വെൽ വ്യക്തമാക്കി. രണ്ട് തരത്തിൽ പഠിക്കാം, വിശദീകരണ രൂപത്തിലുള്ളതും താരതമ്യ രൂപത്തിലുള്ളതും. വിശദീകരണ രൂപത്തിലുള്ള എന്തെന്ന് വെച്ചാൽ മനസ്സിലാക്കിയല്ലോ, അതായത് ചെറിയ സംഭരണികളിൽ നിന്നും സാമാന്യമായ മാതൃകകളുള്ള പൊതു സംഭരണിയിലേക്ക് എത്തിച്ചേരുന്നു. ചെറിയ സംഭരണിയിൽ നിന്നും സാമാന്യമായ മാതൃകകളുമായിട്ടുള്ള, അതായത് ഈ സംഭരണികളെല്ലാം കൂടി ചേർന്നിട്ട് വിശാലവും സാമാന്യവുമായിട്ടുള്ള മാതൃകയിലുള്ള ഒരു പൊതു സംഭരണികളിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത് വിശദീകരണ രൂപത്തിലുള്ളത്. എന്നാൽ താരതമ്യ രൂപത്തിലുള്ളത് നമുക്കറിയാമല്ലോ, നമ്മൾ ഉള്ള അറിവിലേക്ക് പുതിയ അറിവിനെ ശൃംഖലനം ചെയ്ത് താരതമ്യപ്പെടുത്തും.
അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഡേവിഡ് അസുബലിൻ്റെ അർത്ഥപൂർണ്ണമായ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഇത്രയുമാണ് ഇതിലൂടെ നമ്മൾ. പക്ഷേ നമ്മൾ ഘട്ടങ്ങളൊക്കെ പഠിച്ചു വെച്ചോളാം നിങ്ങൾ. പിന്നെ ഇപ്പോൾ വിശദീകരണ രൂപത്തിലുള്ളത്, ഭാഷാപര രൂപത്തിലുള്ളത്, അല്ല വിശദീകരണ അല്ല കണ്ടെത്തൽ പഠനവും ഭാഷാപര പഠനവും. പിന്നെ പറഞ്ഞത് പിന്നെ എന്താണ് വിശദീകരണ രൂപത്തിലുള്ളതും താരതമ്യ രൂപത്തിലുള്ളതും അല്ലെ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്രമാനുഗത വിശ്ലേഷണവും അതുപോലെ തന്നെ ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും. ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനത്തിലൂടെയാണ് പുതിയ വിജ്ഞാന ശകലങ്ങളെ നിലവിലുള്ള വിജ്ഞാന ശകലങ്ങളുമായിട്ട് ഉദ്ഗ്രഥനം നടത്തി അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമായി ഉദ്ഗ്രഥനം നടത്തി വിശ്ലേഷണം നടത്തി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഡേവിഡ് അസുബൽ വിഭാവനം ചെയ്ത സിദ്ധാന്തം കടന്നുപോയത്. മനസ്സിലായല്ലോ. അപ്പോൾ നിരവധി ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. പഠിക്കേണ്ട പാഠഭാഗത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പാഠഭാഗമാണോ പഠിച്ചത് അതിനെ എങ്ങനെ പഠിക്കണം, വളരെ അർത്ഥപൂർണ്ണമായും ധാരണയോടുകൂടി പഠിക്കണം. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, മാത്തമാറ്റിക്സ് ക്ലാസ് റൂമിൽ മറ്റൊരു അവസരത്തിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ കൃത്യമായി പഠിക്കാതെ പോയി. എന്നാൽ മറ്റൊരു അവസരത്തിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ അവൻ പറഞ്ഞപ്പോൾ അവൻ ചെയ്തില്ല. കാര്യം എന്താ, അവൻ പഠിച്ചിട്ടില്ല. അവൻ ക്ലാസ് റൂമിലിരുന്ന് വ്യക്തമായ ധാരണയോടുകൂടി പഠിച്ചുവെങ്കിലോ ഇതേത് അവസരത്തിലും ആ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് കഴിയും. മനസ്സിലാവുന്നില്ലേ? ഇതിനെയാണ് ഡേവിഡ് അസുബലിൻ്റെ അർത്ഥപൂർണ്ണമായ ഭാഷ. അപ്പം നമ്മളെല്ലാം വിശദീകരണ രൂപത്തിലുള്ളതിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഇത് എന്തും പഠിപ്പിക്കാം, അത് എങ്ങനെ ആയിരിക്കണം, അർത്ഥപൂർണ്ണമായിട്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് പഠിപ്പിക്കേണ്ട പാഠഭാഗത്തെ ആഴത്തിലുള്ള അപഗ്രഥനത്തിന് വിധേയമാക്കണം. ക്രമാനുഗത വിശ്ലേഷണ തത്വം അനുസരിച്ച് വേണം ഇത്. ക്രമാനുഗത വിശ്ലേഷണ തത്വം എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? നിഗമന രൂപത്തിൽ സാമാന്യവൽക്കരിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തെ അർത്ഥപൂർണ്ണമായി നമുക്ക് എത്തി. അതാണ് ഈ ക്രമാനുഗത വിശ്ലേഷണമൊക്കെ ചോദിക്കുക. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ക്രമാനുഗത വിശ്ലേഷണം, ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം. ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും. അപ്പോൾ ഇത്രയും എത്തിയെന്ന് നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിലവിലുള്ള പാഠ്യാംശങ്ങളെ നമ്മൾ എത്തിക്കുക, ആഴത്തിൽ അപഗ്രഥിക്കണം അല്ലെങ്കിൽ ആഴത്തിൽ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയേണ്ടത് പിന്നെ ഈ പാഠ്യാംശത്തിന് അർത്ഥപൂർണത സ്വീകരിച്ച് വൈജ്ഞാനിക ഘടനയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇണക്കി ചേർക്കണം. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, പൂർവ്വവിജ്ഞാനം വേണ്ടത്ര ഉണ്ടെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കും. നമ്മുടെ അറിവിലേക്ക് പഴയ വിജ്ഞാനം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിനെ ഉത്തേജിപ്പിക്കുക. അടുത്ത, പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ അഡ്വാൻസ് ഓർഗനൈസർ. പുതിയ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസറാണ് നമുക്ക് കൊടുക്കേണ്ടത് അവർക്ക്. പിന്നെ പുതിയ പാഠ്യാംശങ്ങളെ ശരിയായ ക്രമത്തിൽ ക്രമാനുഗത വിശ്ലേഷണം, ഉദ്ഗ്രഥനം വഴി നമ്മൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ഓർഗനൈസറിലോട്ട് അവതരിപ്പിക്കണം. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസറുമായി ബന്ധപ്പെടുത്തുക വഴി പുതിയ ഓരോ വിജ്ഞാന ശകലവും നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി ഇണക്കി ചേരുന്നു. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസറുമായി ബന്ധപ്പെടുത്തുക വഴി പുതിയ ഓരോ വിജ്ഞാന ശകലവും നിലവിലെ വൈജ്ഞാനിക ഘടനയുമായിട്ട് എന്ത് ചെയ്യും, ഇണങ്ങിച്ചേരുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനം കുട്ടികളിലേക്ക് എത്തി. അല്ല, അർത്ഥപൂർണ്ണമായി സംസ്കരിക്കാൻ പഠിതാവ് നമുക്ക് ഈ അർത്ഥപൂർണ്ണമായിട്ട് എന്തും സംസാരം. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുക്കണം. അതൊരു ഘടകമാണ്. ഇത് സാധിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളോ വീണ്ടും ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനം അല്ലേ, അതായത് നമ്മൾ കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മൾ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിലൂടെ അവർ ആൻസർ പറയും. ഇങ്ങനെ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനം സാധ്യമാകാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അണ്ടർലൈൻ ആ പോയിന്റ് എടുത്ത് വെച്ചോണം കേട്ടോ. ചോദ്യങ്ങൾ ഉത്തരങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അവരെന്ത് ചെയ്യും, അവർ ചോദിച്ച ചോദ്യങ്ങളെ ഒന്നുകൂടി എന്ത് ചെയ്യും, ഉത്തരങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്ന അഭിപ്രായ പ്രകടനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ അർത്ഥപൂർണമായ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് കോഗ്നിറ്റീവ് തിയറീസ് നിങ്ങൾക്കറിയാം, ധാരണയിലൂടെ പഠിക്കണം. ഈ ധാരണ കിട്ടുന്നതൊക്കെ എവിടെ നിന്നാണ്, ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുന്ന അഭിപ്രേരണയിലൂടെയും നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലാസ് അന്തരീക്ഷത്തിലൂടെയും ഒക്കെയാണ് ഈ ധാരണ കുട്ടികൾക്ക് ലഭ്യമായി തരുന്നത്. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ വ്യത്യസ്ത പ്രവർത്തനം, അതായത് ഡേവിഡ് അസുബൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ അർത്ഥപൂർണമായ ഭാഷാപര പഠനത്തെ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് വ്യത്യസ്തമായ പ്രവർത്തനം കൊടുക്കാം. എന്ന് വെച്ചാൽ കുട്ടികൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ. ഈ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാം. അല്ല, ഇതനുസരിച്ച് നമ്മുടെ വൈജ്ഞാനിക ഘടന ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംഘടിക്കുന്നതിന് കഴിയുകയും എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക് അപ്രോച്ചോടുകൂടി നമ്മുടെ വൈജ്ഞാനിക ഘടനയെ സംഭരിക്കണമെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ആക്ടിവിറ്റി, ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യനുകൾ കൊടുക്കാം, ആശയപ്രകടനത്തിലുള്ള അവസരങ്ങൾ കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് പരമാവധി അവരുടെ നിലവിലെ വൈജ്ഞാനിക ഘടനയെ ഉദ്ഗ്രഥിക്കുന്നതിനും ക്രമാനുഗത വിശ്ലേഷണത്തിലൂടെയും ഉദ്ഗ്രഥനത്തിലൂടെയും സമായോജിപ്പിക്കുന്നതിനും കഴിയുന്നു.
ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മൾ ഡേവിഡ് അസുബലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറിയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, നമ്മൾ വിശദീകരണ രൂപത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ആ വിശദീകരിക്കുന്ന രൂപത്തിലുള്ള ധാരണ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നിലവിലുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ അർത്ഥപൂർണമായിട്ടായിരിക്കണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു കുട്ടി എങ്ങനെയാണോ അവൻ്റെ കാഴ്ചപ്പാടിന് പ്രാധാന്യം കൊടുക്കണം. അല്ല, പല വിധത്തിലായിരിക്കും അവനെ വ്യാഖ്യാനിച്ചെത്തിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സോ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ഒരു പുതിയ സിദ്ധാന്തവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.